അമ്മയാണോ തെറ്റുകാരി? ഈ അമ്മയാണോ എന്റെ മകനെ ലഹരിയിലേക്ക് അടുപ്പിച്ചത്? ഈ അമ്മയാണോ? അല്ല, അവന് വേണ്ടി ഓരോ ദിവസം കാത്തിരുന്നില്ലേ? ഞാൻ കാത്തിരുന്നില്ലേ? ഇരിക്കണേ അല്ല, നീ എന്തൊന്നും മിണ്ടാതെ എവിടെയായിരുന്നു? നിന്റെ മുഖം എന്താ വല്ലാതെ? എന്താണ് പറ്റിയേ? എന്താ നിനക്ക് പറ്റിയേ? ഞങ്ങളുടെ കൂടെ നീ ഇപ്പൊ കേറിയല്ലോ. എടാ മോനെ, അവന്റെ പോക്ക് എങ്ങോട്ടാന്ന്. ദിവസങ്ങൾ കഴിഞ്ഞപ്പോ അവൻ വില കൂടിയ ബൈക്കിലെ അവന്റെ യാത്ര മുഴുവൻ വില കൂടിയ ബൈക്കിൽ അവന്റെ കയ്യിൽ വില കൂടിയ ആഭരണം, വില കൂടിയ വാച്ച്, അറിയില്ല. ഞാൻ അറിയാൻ കഴിഞ്ഞില്ലേ ഈ അമ്മയ്ക്ക്? അപ്പുറത്തെ കുമാരേട്ടനും വസന്തേച്ചിയും ഒക്കെ പറഞ്ഞതാ എന്റെ മകന്റെ പോക്ക് ശരിയല്ലാന്ന്. ഞാനത് കേട്ടില്ല. എനിക്കറിയാൻ കഴിഞ്ഞില്ല എന്റെ മകന്റെ. ശബ്ദം അവിടെ എവിടെയോ കേൾക്കുമ്പോ ഞാൻ മുറിയുടെ ഒരു മൂലയിൽ പേടിച്ചാരണ്ടിങ്ങനെ ഇരിക്കാൻ. പേടിയായിരിക്കും എന്റെ മകന്. എന്താ
കഴുത്തിലേക്ക് നോക്കണേ. എന്താണ്? ഇല്ല, ഞാൻ തരില്ല. ഇല്ല, ഇല്ല, തരില്ല. ഇല്ല, അമ്മ തരില്ല. തരില്ല. എന്റെ കഴുത്ത് തന്നെ വിട്. വിട്, ഞാൻ തരില്ല. എങ്ങനെയാ ഇപ്പോ നിങ്ങളുടെ മുമ്പിൽ ഈ ആത്മാവായതെന്ന്? എന്റെ മകനാണോ തെറ്റുകാരൻ? അല്ല, ഈ ലഹരിയാണ് തെറ്റുകാരൻ. ലഹരിയാണ് തെറ്റുകാരൻ. നമ്മുടെ മക്കളല്ല. ഓരോ തവണയും മക്കൾ വരുമ്പോ എവിടെന്നാ അവർക്ക് കിട്ടുന്ന പൈസ? എന്തുകൊണ്ട് നീ വൈകി? എവിടെ പോയിരുന്നു എന്ന് ഞാൻ ചോദിച്ചിരുന്നെങ്കിൽ ഇന്ന് എന്റെ മകൻ ആ ജയിലറക്കുള്ളിൽ കിടക്കില്ലായിരുന്നു. അവനെ നെഞ്ചോട് ചേർത്ത് ഈ അമ്മയ്ക്ക് നിങ്ങളുടെ മുമ്പിൽ വരണ്ടില്ലായിരുന്നു. അതിന് എത്രയോ പേരറിയാത്ത കുലമുടിക്കുന്ന ലഹരികൾ ഈ നാട്ടിൽ, ഈ സമൂഹത്തിൽ. ചെറുവിരൽ പോലും അനക്കാൻ പറ്റാത്ത നമ്മൾ അതിനു വേണ്ടി പോരാടണം. നമ്മൾ ലഹരിക്കെതിരെ പോരാടണം. നമുക്ക് വേണം വായനയുടെ ലഹരി, ആനന്ദത്തിന്റെ ലഹരി, നൃത്തത്തിന്റെ ലഹരി, ബന്ധങ്ങളുടെ ലഹരി. അതിനെതിരെ നമുക്ക് ഒരുമിച്ച് അണിചേരണം. ഒരുമിച്ച് അണിചേരാം. പ്രിയമുള്ളവരെ, നമ്മുടെ മുൻപിൽ ഈ ചുരുങ്ങിയ 15 നിമിഷങ്ങൾ കൊണ്ട് ഈ പരിപാടിയുടെ ഒരു അർത്ഥം നമുക്ക് മനസ്സിലാക്കി തന്നു എന്നുള്ളതാണ് ഈ ഒരു ഏകാംഗം കൊണ്ട് നമുക്ക് ഉണ്ടായത്. നജ്മയെ ആദരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട വി.ടി. ബൽറാം അവർകളെ സാദരം ക്ഷണിക്കുന്നു.
മാഷ് ഇങ്ങോട്ട് പുരസ്കാരം. ബഹുമാനപ്പെട്ട KPCC ഉപാധ്യക്ഷൻ, തൃത്താലയുടെ പ്രിയങ്കരനായിരുന്ന ജനപ്രതിനിധിയായിരുന്ന ശ്രീ VT ബൽറാം, മലയാള സാഹിത്യത്തിലെ പ്രിയപ്പെട്ട കഥാകൃത്ത് സുരേന്ദ്രൻ മാഷ്, യുവതയുടെ സ്ത്രീ ശബ്ദമായ നജ്മ തബ്ഷീറ, വേദിയിലും സദസ്സിലുമായി ഉപവിഷ്ടരായിരിക്കുന്ന ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയ സുഹൃത്ത് വിജേഷ് കുട്ടൻ, ബാവക്ക തുടങ്ങി മുഴുവൻ ആളുകൾക്കും സംസ്കാര സാഹിതിയുടെ പേരിൽ എൻ്റെ നമസ്കാരം. നമുക്ക് പരിപാടിയിലേക്ക് ഉടനെ നീങ്ങാമെന്ന് തോന്നുന്നു. അധ്യക്ഷ പ്രസംഗം അതിൻ്റെ ഭാഗമായി വളരെ അധികം വെട്ടിച്ചുരുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വളരെ പെട്ടെന്ന് തീരുമാനിച്ച ഒരു പരിപാടിയാണിത്. പക്ഷേ ഈ പരിപാടിയുടെ പ്രത്യേകത നിങ്ങളിൽ ഓരോരുത്തർക്കും വളരെ കൃത്യമായി അറിയാം. ഈ നാളെ പരിശുദ്ധ നോൽമ്പ് മാസം തുടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് തന്നെ വേണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നത്. എന്തായാലും ഇവിടെ വന്നതിലും ഈ സദസ്സിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും എൻ്റെ സ്നേഹം, ഈ കമ്മിറ്റിയുടെ സ്നേഹം അറിയിച്ചുകൊണ്ട് ഇത് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി KPCC ഉപാധ്യക്ഷൻ ശ്രീ VT ബൽറാം അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, സംസ്കാര സാഹിതി തൃത്താല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ സുധീർ പെരുങ്ങോട്, ഏറെ ആദരണീയനായ എഴുത്തുകൊണ്ടും ചിന്ത കൊണ്ടും പ്രഭാഷണം കൊണ്ടും ആനുകാലിക കേരളത്തിലെ ഓരോ ചലനങ്ങളെയും തൻ്റേതായ രീതിയിൽ അഭിമുഖീകരിക്കുന്ന, അഭിസംബോധന ചെയ്യുന്ന പ്രിയപ്പെട്ട ശ്രീ P. സുരേന്ദ്രൻ മാസ്റ്റർ, പ്രിയകരിയായ സുഹൃത്തും മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ദേശീയ സെക്രട്ടറിയുമായ, സാമൂഹ്യ പ്രാധാന്യമുള്ള എല്ലാ വിഷയങ്ങളിലും വളരെ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്ന ശ്രീമതി നജ്മ തബ്ഷീറ, ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ വിജീഷ് കുട്ടൻ അടക്കം DCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ PM മധു, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ K. വിനോദ്, ശ്രീ PM മോഹനൻ മാസ്റ്റർ, ശ്രീ ഫക്രുദ്ദീൻ, ശ്രീ ആദരണീയനായ ശ്രീ CT സേതലവിക്ക, ശ്രീ മാളിയേക്കൽ ബാവ, ശ്രീ PK ബഷീർ, ശ്രീ PV സുധീർ, ബഹുമാനരായിട്ടുള്ള മറ്റ് മുഴുവൻ ആളുകൾക്കും ഞാൻ ഒറ്റ വാക്കിൽ എൻ്റെ അഭിവാദ്യങ്ങൾ അറിയിക്കുകയാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. പക്ഷെ ഒരു നിമിഷം പോലും ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ വൈകിക്കൂടാ എന്നുള്ള നിലയിലേക്കാണ് ഇന്ന് കേരളീയ സമൂഹം ഓരോ നിമിഷം കഴിയുന്തോറും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്
നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓരോ ദിവസവും എന്ന നിലയിലല്ല, ഒരുപക്ഷെ ഓരോ മണിക്കൂറിലും ഈ നാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി നമുക്ക് കേൾക്കേണ്ടി വരുന്ന വാർത്തകൾ ഭയാനകമാണ്. നമുക്കും നമ്മുടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്കും ജീവിക്കാനുള്ള ഒരു നാടായി എത്ര കാലം കേരളം അവശേഷിക്കും എന്നുള്ള ഒരു ചോദ്യം അത് അങ്ങേയറ്റം ഗൗരവതരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അല്പം മുമ്പ് ശ്രീമതി നജ്മ ഒരു ഏകാംഗ അഭിനയത്തിലൂടെ വളരെ കൃത്യമായി നമ്മുടെയൊക്കെ മനസ്സുകളെ സ്പർശിക്കുന്ന തരത്തിൽ ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം വരച്ചു കാട്ടി. നമ്മുടെയൊക്കെ കൺമുമ്പിലാണ് നമ്മുടെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത്, അവർക്ക് വഴിതെറ്റുന്നത്. പലപ്പോഴും അതിൻ്റെ ആദ്യഘട്ടങ്ങളിൽ തിരിച്ചറിയാൻ പോലും രക്ഷിതാക്കൾക്കോ മാതാപിതാക്കൾക്കോ കുടുംബത്തിലെ മറ്റ് സഹോദരങ്ങൾക്കോ അവരുടെ അധ്യാപകർക്കോ ആർക്കും സാധിക്കുന്നില്ല. നമ്മുടെയൊക്കെ വിദ്യാലയങ്ങളിലേക്ക് കുട്ടികളെ നമ്മൾ പറഞ്ഞയക്കുമ്പോൾ അവർ സുരക്ഷിതരായി തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷ, ആ പ്രതീക്ഷ പോലും ഈ സമീപകാല സംഭവവികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ മങ്ങിപ്പോവുകയാണ്. അങ്ങനെ അങ്ങേയറ്റം അപകടകരമായ ഒരവസ്ഥയിലേക്ക് കേരളീയ സമൂഹം, പ്രത്യേകിച്ചും അതിലെ യുവത വഴിതെറ്റിപ്പോകുമ്പോൾ ഇനിയും നമുക്ക് കാത്തിരിക്കാൻ സാധിക്കില്ല. ഈ മയക്കുമരുന്ന് എന്ന് പറയുന്ന അങ്ങേയറ്റത്തെ അപകടകരമായ സാമൂഹ്യ വിപത്തിനെതിരെ വളരെ ഗൗരവപൂർണമായ സാമൂഹ്യ ഇടപെടലുകൾ ഉണ്ടാകണം. ഇവിടെ ഇരിക്കുന്ന മഹാഭൂരിപക്ഷം ആളുകളും പൊതുപ്രവർത്തകരാണ്, രാഷ്ട്രീയ പ്രവർത്തകരാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയായി ഈ സാമൂഹ്യ തിന്മയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തെ നമുക്ക് മാറ്റേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് വിനയപുരസ്സരം ഓർമ്മപ്പെടുത്താനുള്ളത്. സ്വാഭാവികമായും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടത് ഭരണകൂടമാണ്, സർക്കാരാണ്, എക്സൈസ് വകുപ്പാണ്, പോലീസ് ഡിപ്പാർട്ട്മെന്റാണ്. പക്ഷേ സമീപകാലത്ത് അങ്ങേയറ്റം നിഷ്ക്രിയമായി ഈ സാമൂഹ്യ പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നതിൽ, അഭിസംബോധന ചെയ്യുന്നതിൽ ഒരു ഗൗരവവും കാണിക്കാതെ ഈ സർക്കാർ സംവിധാനങ്ങളൊക്കെ നോക്കുകുത്തിയാവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രമാത്രം സാങ്കേതിക വിദ്യ പുരോഗമിച്ച ഒരു കാലത്ത് ഈ മയക്കുമരുന്ന് മാഫിയയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകാൻ എവിടെ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്? ആരൊക്കെയാണ് കേരളത്തിലേക്ക് ഈ നിലയിലുള്ള സിന്തറ്റിക് ഡ്രഗ്സ് കയറ്റി അയക്കുന്നത്? എങ്ങനെയാണ് നമ്മുടെ ചെറുപ്പക്കാർ ആ മയക്കുമരുന്നിന്റെ കാരിയർമാരായി മാറുന്നത്? അവർക്ക് നൽകുന്ന പ്രതിഫലം ഏത് രൂപത്തിലാണ്? അവരുടെ അക്കൗണ്ടുകളിലേക്ക് എങ്ങനെയാണ് പണം വരുന്നത്? ഇത് മുഴുവൻ ട്രാക്ക് ചെയ്യാനുള്ള എല്ലാ സംവിധാനവും യഥാർത്ഥത്തിൽ ഒരു ആധുനിക സമൂഹത്തിന് ഉണ്ടാവേണ്ടതാണ്. ആ നിലയിൽ ശക്തമായ ഒരു ഇന്റലിജൻസ് സംവിധാനം ഈ നാട്ടിൽ പ്രവർത്തിക്കേണ്ടതാണ്. കാരണം ഒരു ഭരണകൂടത്തിന്റെ ഏറ്റവും പ്രാഥമികമായ കർത്തവ്യമായി നമ്മൾ കാണുന്നത് പൗരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളതാണ്. അതിന് കഴിയുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്താനുള്ള ഉത്തരവാദിത്തം, ആ ഉത്തരവാദിത്തം നിർവഹിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ഉയർന്ന ചോദ്യം. പോലീസിന്റെയും മറ്റും സൈബർ സെല്ല്, അതോടൊപ്പമുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ഇന്റലിജൻസ് സംവിധാനങ്ങൾ, ഇവർക്ക് ആർക്കും ഈ മയക്കുമരുന്ന് റാക്കറ്റിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകാനോ ഇതിന്റെ ഉറവിടം കണ്ടെത്താനോ അത് മുളയിലെ നുള്ളാനോ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അത് എത്ര വലിയ ഒരു ഭരണ പരാജയമാണ് എന്ന് നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. കേരളത്തിലെ എക്സൈസ് വകുപ്പിന് നേതൃത്വം നൽകുന്ന വ്യക്തി, വകുപ്പ് മന്ത്രി ഈ നാടിന്റെ ജനപ്രതിനിധിയാണ് എന്നുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് അതിനെതിരായിട്ടുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഇവിടെ നിന്ന് തന്നെ ആരംഭിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. ഇവിടെ സർക്കാർ ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇന്നും വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷിന്റെ പരസ്യമായിട്ടുള്ള പ്രതികരണം നമ്മൾ കേട്ടു. അദ്ദേഹം പറയുന്നത് എല്ലാറ്റിനെയും അങ്ങനെ ലഹരിയെ കുറ്റം പറയാൻ പറ്റില്ല, ലഹരി മാത്രമല്ല പ്രശ്നം. ശരിയാണ്, മറ്റു നിരവധിയായിട്ടുള്ള സ്വാധീന ഘടകങ്ങളുണ്ട്.
നമ്മുടെ യുവ തലമുറയെ സ്വാധീനിക്കുന്ന നിരവധിയായിട്ടുള്ള സാധ്യതകൾ അവർക്ക് ചുറ്റിലുമുണ്ട്. അവർ കാണുന്ന സിനിമകൾ അവരെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. അവർ മൊബൈലിൽ കളിക്കുന്ന വീഡിയോ ഗെയിമുകൾ അത് അവരെ പല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. അവരിലേക്ക് എത്തുന്ന പലതരത്തിലുള്ള ആശയങ്ങൾ, ഹീറോയിസത്തിൻ്റെ ആശയങ്ങൾ, ആണത്വത്തിൻ്റെ ആശയങ്ങൾ, അത്തരത്തിലുള്ള പല ആശയപരമായ സ്വാധീനവും നമ്മുടെ ചെറുപ്പക്കാർക്കുണ്ട്. പക്ഷേ ഇതിനെയൊക്കെ ഒരു പരിധിക്കപ്പുറത്തേക്ക് വളർത്തുന്നത് ഈ ആശയപരമായ സ്വാധീനത്തിനൊപ്പം മയക്കുമരുന്നിൻ്റെ ഒരു വലിയ പിടിയിലേക്ക് സമൂഹം അമരുന്നതോടുകൂടിയാണ് എന്നുള്ളതാണ് നമുക്ക് തിരിച്ചറിയേണ്ടതായിട്ടുള്ളത്. അപ്പം അവിടെ ഗവൺമെൻറ്റുകളുടെ ഇടപെടൽ എത്രത്തോളമുണ്ട് എന്നുള്ള ഒരു ചോദ്യത്തിന് ദൗർഭാഗ്യവശാൽ കൃത്യമായ ഉത്തരം ലഭിക്കുന്നില്ല എന്നുള്ളിടത്താണ് ഇതുപോലെയുള്ള ജനകീയമായ ഇടപെടലുകൾ ഈ കാലഘട്ടത്തിൽ അനിവാര്യതയായി മാറുന്നത്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന് യഥാർത്ഥത്തിൽ നിരവധിയായ ഇടപെടലുകൾക്ക് വേണ്ടിയുള്ള പദ്ധതികളുണ്ട്. വിമുക്തി എന്ന് പറയുന്ന ഒരു പദ്ധതി കഴിഞ്ഞ കുറെ കാലമായി കേരളത്തിൽ നടക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ആളുകളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടികൾ നടത്തുന്നു എന്നുള്ളതാണ് സങ്കല്പം. പക്ഷേ ഈ സമീപ ദിവസങ്ങളിൽ കാണുന്നത് അത്തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടികൾക്ക് വേണ്ടി പോലുമുള്ള ഫണ്ട് വിദ്യാഭ്യാസ വകുപ്പ് ഗണ്യമായി വെട്ടിക്കുറച്ചിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ നടന്നതിൻ്റെ എത്രയോ ഇരട്ടി ബോധവൽക്കരണം നടത്തേണ്ടുന്ന ഒരു കാലത്ത് ഉള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ പോലും വെട്ടിച്ചുരുക്കിക്കൊണ്ട് ഇവരാരെയാണ് സഹായിക്കുന്നത് എന്നുള്ള ചോദ്യം, ആ ചോദ്യം ഉയർത്താൻ ഇനിയും നമ്മൾ വൈകിയാൽ നമുക്കതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നും വകുപ്പ് മന്ത്രി മറ്റ് സംസ്ഥാനങ്ങളുമൊക്കെയായി ചില താരതമ്യമൊക്കെ നടത്തി ചില കണക്കുകൾ പറയുകയാണ്. പഞ്ചാബിനേക്കാൾ കൂടുതൽ റെയ്ഡുകൾ ഇവിടെ നടക്കുന്നുണ്ട്, അവിടത്തേക്കാൾ കൂടുതൽ അറസ്റ്റ് നടക്കുന്നുണ്ട്. എനിക്ക് ഭരണകൂടത്തോട് പറയാനുള്ളത് ഇങ്ങനെ കണക്കുകൾ നിരത്തുക എന്നുള്ളതല്ല. അത് സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ സൈബർ സഖാക്കൾ നടത്തട്ടെ, ന്യായീകരണ ക്യാപ്സ്യൂളുകൾ അവർ വിതറട്ടെ. ഗവൺമെന്റ് ഒരു വിഷയത്തെ ടാക്കിൾ ചെയ്യാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനാണ് മറുപടി പറയേണ്ടത്. നിങ്ങൾ എത്ര റെയ്ഡ് നടത്തി, എത്ര അറസ്റ്റ് നടത്തി എന്നുള്ളതല്ല. 5 വർഷത്തേക്കാൾ മുമ്പത്തേക്കാൾ ഇപ്പോൾ മയക്കുമരുന്നിന്റെ സ്വാധീനം സമൂഹത്തിൽ വർദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയോ? 2 വർഷത്തിന് മുമ്പിലത്തേക്കാൾ ഇപ്പോൾ മയക്കുമരുന്ന് വ്യാപിക്കുന്നുണ്ടോ ഇല്ലയോ? ഒരു 6 മാസം മുമ്പിലത്തേക്കാൾ കൂടുതൽ ഇപ്പോൾ മയക്കുമരുന്നിന്റെ വ്യാപനം ഈ സമൂഹത്തിൽ ഇല്ലേ? ഇതാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ റെയ്ഡുകളുടെയും അറസ്റ്റുകളുടെയും മറ്റും കാര്യം പറഞ്ഞുകൊണ്ട് ചില കണക്കുകൾ നിരത്തിയതുകൊണ്ട് ഞങ്ങളെല്ലാം തികഞ്ഞവരാണ് എന്ന് പറഞ്ഞിരുന്നുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഗവൺമെന്റ് ഇടപെടണം. ആ ഇടപെടലുകളാണ് ഏറ്റവും അടിയന്തരമായി ഇവിടെ വേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പലപ്പോഴും ഇതിൻ്റെ പുറകിലെ പിന്നാമ്പുറങ്ങളിലേക്ക് അന്വേഷിച്ച് പോകുമ്പോൾ ഞാൻ എൻ്റെ ഒരു നിരീക്ഷണം പറയുകയാണ്. ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന ആളുകളുമായിട്ടുള്ള ബന്ധം പല ഇത്തരത്തിലുള്ള കണ്ണികൾക്കും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയാണ് SFI എന്നാണ് അവർ അവകാശപ്പെടുന്നത്. കേരളത്തിലെ മഹാഭൂരിപക്ഷം ക്യാമ്പസുകളും ഞങ്ങളുടെ ചെങ്കോട്ടകളാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. മിക്കവാറും എല്ലാ കോളേജ് യൂണിയനുകളും ഞങ്ങളാണ് ജയിക്കുന്നത് എന്നാണ് SFIക്കാർ അവകാശപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ക്യാമ്പസുകളിൽ പിടിമുറുക്കുന്ന ഈ മയക്കുമരുന്നിന്റെ സ്വാധീനത്തിനും നിങ്ങൾ തന്നെയാണ് മറുപടി പറയേണ്ടത് ഈ സമൂഹത്തോട്. പലപ്പോഴും ഇങ്ങനെ ഏകധ്രുവ ക്യാമ്പസുകളായി കോളേജുകൾ മാറുമ്പോഴാണ്, പാർട്ടി കോളേജുകളായി മാറുമ്പോഴാണ് ഇത്തരം സാമൂഹ്യ തിന്മകൾക്കെതിരെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പോലും മറ്റൊരു സംഘടനയ്ക്ക് കഴിയാതെ പോകുന്നത്. കാരണം അവർ മാത്രമേ ഉള്ളൂ. അവരെ സ്വാധീനിച്ചാൽ, അവരുടെ പിന്തുണയുണ്ടെങ്കിൽ പിന്നെ ആ ക്യാമ്പസിൽ എന്തും നടക്കും. ചൂണ്ടിക്കാണിക്കാൻ പോലും, അതിനെ വിമർശിക്കാൻ പോലും, അതിനെതിരെ സമരം ചെയ്യാൻ പോലും അപ്പുറത്തൊരാളില്ല, അപ്പുറത്തൊരാളെ വെച്ചു പൊറുപ്പിക്കില്ല. ആ നിലയിൽ ഈ സമഗ്രാധിപത്യ പ്രവണത, തങ്ങളല്ലാതെ മറ്റാരും പാടില്ല എന്നുള്ള അവരുടെ മനോഭാവം, അതും ഇതുപോലെയുള്ള സാമൂഹ്യ തിന്മകൾക്ക് വളം വയ്ക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിനെതിരെ കൂടി നമുക്ക് ശബ്ദിക്കേണ്ടതായിട്ടുണ്ട്. ഗവൺമെന്റിന്റെ ഇക്കാര്യത്തിലുള്ള ഇടപെടലുകൾ പലപ്പോഴും സംശയാസ്പദമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. മന്ത്രി രാജേഷ് എന്ന് പറയുന്നതായിട്ട് ഞാൻ വീണ്ടും കേട്ടു. കേരളത്തിൽ
അറസ്റ്റ് ചെയ്യപ്പെടുന്ന പ്രതികളിൽ 98% ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. കൺവിക്ഷൻ റേറ്റ് ഏതാണ്ട് 100% എന്നാണ് മന്ത്രിയുടെ അവകാശവാദം. പക്ഷേ ഇന്ന് പുറത്തു വന്ന മറ്റൊരു വാർത്ത, ആലപ്പുഴയിൽ കായംകുളത്ത് അവിടുത്തെ MLA-യുടെ മകൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ രീതിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ആ അറസ്റ്റ് ചെയ്യപ്പെട്ട മയക്കുമരുന്നിൻ്റെ ഉപയോഗിക്കുന്ന ആളുകളോ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ആളുകൾക്കോ അല്ല ഇപ്പോൾ ശിക്ഷയുണ്ടാവുന്നത്. ആ റെയ്ഡ് നടത്തി ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥന്മാരെയാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് നേരിട്ട് ഇടപെട്ട് അവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുന്നത്. അവരെ മഞ്ചേശ്വരത്തേക്ക് മറ്റ് തകമാറ്റുകയാണ് കായംകുളത്തുനിന്ന്. അപ്പോ ഏത് തരം കൺവിക്ഷൻ റേറ്റിനെ കുറിച്ചാണ് മന്ത്രി സംസാരിക്കുന്നത് എനിക്കറിയില്ല. അതോ 100-ൽ 98 ആളെയും അറസ്റ്റ് ചെയ്ത് ശിക്ഷിക്കുമ്പോൾ ബാക്കി വന്ന 1.5%-ലാണോ ഈ MLA-യുടെ മകൻ പെടുന്നത് എന്ന് എനിക്കറിയില്ല. അപ്പൊ ഭരണക്കാർക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് ഒത്താശ ചെയ്യാൻ വേണ്ടി അവരുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ കണ്ണടച്ച് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നിയമത്തിന്റെ വഴിക്ക് പോകാതെ പാർട്ടിയുടെ വഴിക്ക് പോകുന്നത് കൊണ്ട് കൂടിയാണ് പലയിടത്തും ഈ മയക്കുമരുന്ന് മാഫിയയ്ക്ക് വളരെ നിർബാധം പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതോടൊപ്പം ബഹുമാനപ്പെട്ട മന്ത്രി അദ്ദേഹം ലഹരിയുടെ ഇന്നൊരു ബ്രാൻഡ് അംബാസഡറായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. മദ്യക്കമ്പനികൾക്ക് വേണ്ടി വാദിക്കുന്ന ആ നിലയിൽ കേരളം മുഴുവൻ നടന്ന് ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളായി വകുപ്പ് മന്ത്രി മാറിയിരിക്കുകയാണ്. നമ്മളിവിടെ ബോധവൽക്കരണം നടത്തുന്ന ലഹരിക്കെതിരായിട്ടുള്ള ബോധവൽക്കരണമാണ്, മയക്കുമരുന്നിനെതിരായിട്ടുള്ള ബോധവൽക്കരണമാണ്. പക്ഷെ ഇതേ രീതിയിൽ വകുപ്പ് മന്ത്രി ബോധവൽക്കരണം നടത്തുന്നത് ലഹരിക്കെതിരായിട്ടല്ല. എന്തുകൊണ്ട് കേരളത്തിൽ പുതിയ മദ്യനിർമ്മാണശാലകൾ ആരംഭിക്കണം, അതിൻ്റെ ന്യായാന്യായങ്ങൾ, അതിൻ്റെ അനിവാര്യത സ്വന്തം അണികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ട് അദ്ദേഹം കേരളത്തിലുടനീളം ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ പാലക്കാട് ജില്ലയിൽ ഇതാ നമ്മളൊരു വരൾച്ചയിലേക്കും വലിയ ചൂടിലേക്കുമൊക്കെ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേരളത്തിലെ 14 ജില്ലകളിൽ വെച്ച് തന്നെ ഏറ്റവും കൂടുതൽ വരൾച്ച അനുഭവിക്കുന്ന ഒരു ജില്ല നമ്മുടെ പാലക്കാട് ജില്ലയാണ്. ഭൂഗർഭ ജലലഭ്യത ഏറ്റവും കുറവുള്ള ഒരു ജില്ല അത് നമ്മുടെ പാലക്കാട് ജില്ലയാണ്. ഭൂഗർഭ ജലലഭ്യതയുടെ അടിസ്ഥാനത്തിൽ ചില മേഖലകളെ സെമി ക്രിട്ടിക്കൽ, ക്രിട്ടിക്കൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേർതിരിക്കാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ക്രിട്ടിക്കൽ ബ്ലോക്കുകൾ ഉള്ളത് നമ്മുടെ പാലക്കാട് ജില്ലയിലാണ്. നമ്മുടെ തൃത്താലയടക്കം പാലക്കാട് ജില്ലയിലെ മഹാഭൂരിപക്ഷം ബ്ലോക്കുകളും സെമി ക്രിട്ടിക്കലാണ്. അതായത് കുടിവെള്ളത്തിന്റെ വലിയ ക്ഷാമം നേരിടുന്ന ഒരു നാടാണ് നമ്മുടെ നാട്. ഇവിടെയാണ് ഈ ലോകത്തുള്ള മുഴുവൻ മദ്യക്കമ്പനികളെയും ക്ഷണിച്ചു വരുത്തി ആനയിച്ച് അവർക്ക് വേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത്. അതിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങളെ അദ്ദേഹം അഭിമുഖീകരിക്കുന്നില്ല. അദ്ദേഹം ഇപ്പോ ആളുകളെ സംവാദത്തിന് വെല്ലുവിളിക്കുകയാണ്. സ്വന്തം മുന്നണിയിൽപ്പെട്ട രണ്ടാമത്തെ ഘടകകക്ഷി CPI പോലും അദ്ദേഹത്തിന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല. എന്താണ് ഇങ്ങനെ ഒരു സ്ഥലത്ത്, പാലക്കാട് പോലുള്ള ജില്ലയിൽ ഇങ്ങനെയുള്ള കമ്പനികൾ കൊണ്ടുവന്ന് പ്രവർത്തിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്ന് അദ്ദേഹത്തിന് വിശദീകരിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ലഹരിക്ക് തുറന്ന പ്രോത്സാഹനം നൽകിക്കൊണ്ടൊരു ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ പരിണതിയാണ്, അതിൻ്റെ പ്രത്യാഘാതമാണ് ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായി തന്നെ നമുക്ക് തിരിച്ചറിയാൻ കഴിയേണ്ടതായിട്ടുണ്ട്. ഞാൻ ഏതായാലും എൻ്റെ പ്രസംഗം ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. 2 പ്രമുഖ പ്രഭാഷകർ നമ്മുടെ കൂടെ ഈ വിഷയത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളത് നമുക്കൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. പ്രിയപ്പെട്ട സുരേന്ദ്രൻ മാഷും പ്രിയങ്കരിയായ നജ്മയും വളരെ കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ തങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും. ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇത് ഈ കൂറ്റനാടിൻ്റെ മണ്ണിൽ നമ്മൾ ഇപ്പോൾ ഒരു പരിപാടി നടത്തി ഇതോടുകൂടി അവസാനിപ്പിക്കാനല്ല കോൺഗ്രസ് പാർട്ടിയും UDF-ഉം തീരുമാനിച്ചിട്ടുള്ളത്. ഈ കേരളത്തിൽ ഈ സാമൂഹ്യ പ്രശ്നത്തിന് തൃപ്തികരമായ ഒരു പരിഹാരം ഉണ്ടാവുന്നത് വരെ, ഈ മയക്കുമരുന്ന് മാഫിയയിൽ നിന്ന് നമ്മുടെ യുവതലമുറയെ മോചിപ്പിക്കുന്നത് വരെ, കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതം അങ്ങേയറ്റം ഭയാനകമാവുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് അധപ്പതിക്കുന്ന ഈ സാഹചര്യത്തെ മാറ്റി തീർക്കുന്നത് വരെ ഒരു നിരന്തര ക്യാമ്പയിനായി
ഒരു നിരന്തര പോരാട്ടമായി നമുക്ക് ഈ പ്രവർത്തനങ്ങളെ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ തുടക്കം ഇവിടെ ഇതാ ഈ കൂറ്റനാടിൻ്റെ മണ്ണിൽ നമ്മൾ ആരംഭിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയുള്ള ദിവസങ്ങളിലും ഇതിൻ്റെ അനുബന്ധ പരിപാടികൾ ഉണ്ടാകും. ക്യാമ്പസുകളെ കേന്ദ്രീകരിച്ച്, രക്ഷിതാക്കളുടെ കൂട്ടായ്മകളെ കേന്ദ്രീകരിച്ച്, നമ്മുടെ ഗ്രാമങ്ങളിൽ വായനശാലകൾ, അതുപോലെയുള്ള ക്ലബ്ബുകൾ, അതുപോലെയുള്ള ഏതെല്ലാം തരത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമോ അവിടങ്ങളിലൊക്കെ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാകും. കേരളം മുഴുവൻ ഇതൊരു ക്യാമ്പയിനായി KPCC ഏറ്റെടുക്കുകയാണ് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. വളരെ ചുരുങ്ങിയ സമയത്തിനകത്ത് ഇങ്ങനെ നല്ല ഒരു പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി കടന്നു വന്ന പ്രിയപ്പെട്ട ശ്രീ സുധീർ പെരിങ്ങോടിനെയും അദ്ദേഹത്തിൻ്റെ മിക്കവാറുമുള്ള വാട്സപ്പിലുള്ള അറിയിപ്പ് മാത്രം കേട്ടുകൊണ്ട് ഈ വിഷയത്തെ ഗൗരവത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടേക്ക് കടന്നു വന്ന മുഴുവൻ സഹപ്രവർത്തകരെയും പ്രത്യേകമായി ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിക്കുന്നു. അടുത്തായി ഈ സദസ്സിനെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നു പ്രിയപ്പെട്ട സുരേന്ദ്ര മാഷ്. മിനിഞ്ഞാന്ന് വൈകിട്ട് അദ്ദേഹത്തോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ തന്നെ അതിൻ്റെ ഗൗരവത്തോടെ അത് സമ്മതിച്ച് വളരെ കൃത്യസമയത്ത് എത്തിച്ചേർന്ന അദ്ദേഹത്തെ ഞാൻ ഈ നിമിഷം ഓർക്കുകയാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ബൽറാം, നജ്മ, മറ്റ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആദ്യമേ തന്നെ സംസ്കാര സാഹിതിക്ക് എൻ്റെ ഒരു അഭിനന്ദനം ഞാൻ രേഖപ്പെടുത്തുകയാണ്. കാരണം ഒരുപക്ഷെ ഈ ഒരു വിഷയത്തിൽ കേരളത്തിൽ തെരുവിലേക്ക് ഇറങ്ങുന്ന ഉത്തരവാദിത്തപ്പെട്ട ആദ്യത്തെ സംഘടന ഒരുപക്ഷെ നിങ്ങളായിരിക്കും എന്നാണ്. ആരും ഇറങ്ങുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു അനുഭവം ഉണ്ടായി. ഞാൻ കോട്ടയ്ക്കൽ നിന്ന് ബസ്സിൽ എടപ്പാളിലേക്ക് വരിക. അപ്പം എനിക്കറിയാലോ, എൻ്റെ യാത്ര കുറേ കാലമായിട്ട് ബസ്സിലാണ്, കാറൊന്നും സഞ്ചരിക്കാറില്ല. അപ്പോൾ ബസ്സിൽ വരുമ്പോൾ കോട്ടയ്ക്കൽ തൊട്ട് ഇതുപോലെ ഡ്രഗിനൊക്കെ ഭയങ്കരമായിട്ട് അടിമയായിട്ടുള്ള ചെറുപ്പക്കാരനൊന്നുമല്ല, ഒരു 50 വയസ്സിൻ്റെ അടുത്തൊക്കെ, 50 വയസ്സിൻ്റെ മേലെ ഉണ്ടോ എന്ന് കൂടി സംശയമുണ്ട് എനിക്ക്. അപ്പോൾ അയാൾ ആ ബസ്സിലുള്ള സ്ത്രീകളൊക്കെതിരേക്ക് വളരെ മോശമായി, വളരെ അസഭ്യ വർഷങ്ങളൊക്കെ അയാൾ പറയാൻ തുടങ്ങി. ഇപ്പോൾ എടപ്പാൾ ഇറങ്ങിയപ്പോൾ ഞാൻ ആളുകളോട് പറഞ്ഞത് ഇയാളെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞു. അതിനയാളൊരു വലിയ കല്ലെടുത്തിട്ട് എന്നെ തലക്കടിക്കാൻ വന്നതാണ്. ഇത്ര പോകുന്നൊരു വലിയൊരു കല്ലെടുത്തിട്ട്. പിന്നെ ഞാൻ ഇതൊക്കെ കുറേ കണ്ടതാണല്ലോ, കുറേ 80കൾ തൊട്ട് ഇത്തരത്തിലുള്ള പല മൂവ്മെൻറ്റുകളിലായതുകൊണ്ട് ഞാനതിനൊന്നും കാര്യമായിട്ട് എടുത്തില്ല. പക്ഷേ എനിക്ക് നേരിട്ടൊരു പ്രശ്നത്തെക്കുറിച്ചല്ല ഞാൻ വ്യാകുലപ്പെട്ടത്. കാരണം ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇങ്ങനെ സമൂഹത്തിൽ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കാനുള്ള സ്വാതന്ത്ര്യം എവിടുന്ന് കിട്ടി എന്നുള്ളതാണ് കേരളത്തെക്കുറിച്ചുള്ള എൻ്റെ ആഴമേറിയ ഭയം. അത് തന്നെയാണ്. ഇത് കൈവിട്ടു പോവുകയാണ്. ഇന്നിപ്പോൾ പ്രിയപ്പെട്ട സക്കറിയ പറഞ്ഞിട്ടുണ്ട്, കേരളം കൈവിട്ടു പോകുകയാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് ഗൗരവമായി ആലോചിക്കേണ്ടതുണ്ട്. ഇപ്പം തന്നെ ഇവിടെ ഉള്ളതിലൊന്നും യൂത്തില്ല. യൂത്ത് എവിടെ ഇല്ല ബൽറാം? എവിടെയാണ് അവർ പോകുന്നത്? അവർക്ക് ഇവിടെ ഒന്നും വേണ്ട എന്ന ഒരവസ്ഥയിലേക്ക് അവരുണ്ട്. അവരെ സംബന്ധിക്കുന്ന വിഷയമാകുമ്പോഴും അവരിവിടെ വരുന്നില്ല. പലപ്പോഴും ഇതിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ, പോലീസിൻ്റെ മാത്രം എക്സൈസ് വകുപ്പ് അവർക്ക് മാത്രമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല കേട്ടോ. ഞങ്ങളും ധരിക്കേണ്ടത്. കാരണം എന്നോട് വളരെ സത്യസന്ധയായിട്ടുള്ളൊരു പോലീസ് ലേഡി ഓഫീസർ പറഞ്ഞത്, സുരേന്ദ്രേട്ട ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അവർ പിന്നെ വടിവാളൊക്കെ ആയിട്ട് വീട്ടിൽ വന്ന് ആക്രമിക്കും. എന്നിട്ട് അവർക്ക് പ്രത്യേകിച്ച് കാര്യമായൊരു ശിക്ഷയും കിട്ടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. ഇത് നമ്മുടെ കെട്ടുവിട്ട് പോയി. ഏത് തരത്തിലുള്ള ഇത് കണ്ടില്ലേ? ഓരോ ദിവസം ഇന്ന് തന്നെ 6 or 7 ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളുടെ ക്രിമിനൽ റൈറ്റ് ഭയപ്പെടുന്ന രീതിയിലേക്ക് വരിക. പല കാര്യങ്ങളുണ്ട്.
അപ്പോൾ ഡ്രഗ് വളരെയധികം ലഭിക്കുന്ന, ഒരുപക്ഷെ ഡ്രഗ് ലഭിക്കുന്ന, മദ്യം ലഭിക്കുന്ന ഗോവയിൽ പോലും ഇല്ലാത്ത തരത്തിലാണ് ക്രിമിനൽ റേറ്റ് കേരളത്തിൽ കൂടുന്നത്. എവിടേക്കാണ് പോണത്? ഭരണകൂടങ്ങൾ നിങ്ങൾ ഒരിക്കലും ഇതിനെതിരെയുള്ള ക്യാമ്പയിൻ നടത്തുമെന്ന് പ്രതീക്ഷിക്കരുത് കേട്ടോ. അങ്ങനെ പ്രതീക്ഷിക്കുന്നവർ ആന മണ്ടന്മാരാണെന്ന് ഞാൻ പറയും. കാരണം ഈ ഭരണകൂടം സ്പോൺസർ ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ ഈ ലഹരി മാഫിയ എന്ന് പറയുന്നത്. അതെല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ഇവിടെ മാത്രമൊന്നുമല്ല, ലോകത്തെല്ലായിടത്തും. ഞാൻ ഒരു നല്ലൊരു അനുഭവം എനിക്കുണ്ടായത്, ഞാൻ മൊസാംബിക്കിൽ യാത്ര ചെയ്യുമ്പോൾ അവിടെ ഒരു കാലഘട്ടത്തിൽ വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു, ശക്തമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു. അവിടെ അവർ ചെഗുവേരൻ ലെവലിൽ വിപ്ലവം നടത്തുന്ന സ്ഥലമാണ് മൊസാംബിക്ക്. അവിടെ പാർട്ടിയൊന്നുമില്ല ഇപ്പോൾ. അവരൊക്കെ മിക്കവാറും ഈ ഡ്രഗ് മാഫിയയുടെ കാരിയേഴ്സായിട്ട് മാറി അവിടെ. വല്ലാത്തൊരു തരത്തിലുള്ള പരിണാമമാണ് മൊസാംബിക്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കൊക്കെ സംഭവിച്ചത്. ഇത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്, ഇതിവിടെ മാത്രമൊന്നുമില്ല. ഞാൻ ബംഗാളിൽ അവസാന കാലഘട്ടത്തിലെ ഈ CPM-ൻ്റെ ഭരണത്തിൻ്റെ സമയത്ത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ അവിടുത്തെ ഈ സോണാഗച്ചി എന്ന് പറയുന്ന ഈ എന്താ പറയുക, അറിയാലോ, സോണാഗച്ചി എന്ന് പറയുന്നത് ഏറ്റവും വലിയ വ്യഭിചാരവും ഫ്രഷ് മാർക്കറ്റും ഒക്കെയാണ്. അപ്പോൾ അവിടേക്കൊന്ന് പോകണം എന്ന് കരുതി. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റില്ല, അങ്ങോട്ട് കടത്തില്ല അവർ. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ വലിയ പ്രയാസമാണ്. അപ്പോൾ ഞാൻ അവിടെ എൻ്റെ ഒരു വേണ്ടപ്പെട്ട ഒരു SI സുഹൃത്തിനോട് പറഞ്ഞപ്പോൾ, അങ്ങനെ സുരേന്ദ്രൻ മാഷ്ക്ക് അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഏർപ്പാട് ചെയ്തു തരാം, അവിടുന്ന് ഞാൻ 2-3 പിമ്പുകളെ ഇങ്ങോട്ട് വരുത്തും, കാറിൽ നിങ്ങൾക്ക് പോകാം, അപ്പോൾ അവരെ കൂടെ പോയാൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന്. ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു ചാരായം വിൽക്കുന്ന ഒരു കടയുടെ മുമ്പിൽ വലിയൊരു ട്രക്കിൽ ഇങ്ങനെ ചാരായം ഇറക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ചാരായം ഇറക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഇതൊക്കെ ഈ ലീഗലായിട്ടുള്ളതാണോ എന്നുള്ളത്. അല്ല, അത് തീർച്ചയായിട്ടും ഇല്ലീഗലാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെങ്ങനെ ഇല്ലീഗലായിട്ട് ഇങ്ങോട്ട് ചെയ്യുന്നു ചോദിക്കുന്ന, ഭരിക്കുന്ന പാർട്ടിയുടെ പ്രാദേശിക നേതാക്കൾക്ക് ഇതിൻ്റെ വിഹിതം കൊടുത്താൽ ഇത് നിങ്ങൾക്ക് എവിടെയും വിൽക്കാം എന്നൊരവസ്ഥയിലേക്കാണ് അത് മാറിയത് എന്നാണ് ഞാൻ പറയുന്നത്. എല്ലായിടത്തും ഇതിങ്ങനെ. അപ്പോൾ അതിനെതിരെയുള്ള വിജിലൻസ്. ഇപ്പോൾ പാബ്ലോ എസ്കോബാറിൻ്റെ കാര്യം തന്നെ നിങ്ങൾക്കറിയാം. അദ്ദേഹം ചെറിയ ശക്തിയൊന്നും ആയിരുന്നില്ല അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഒറ്റ കാര്യം, അദ്ദേഹത്തിൻ്റെ ആസ്തിയെക്കുറിച്ച് അറിഞ്ഞ, ഇന്നത്തെ പോലെയുള്ള ബാങ്കോ മറ്റ് സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ കൊക്കൈൻ രാജാവായിരുന്നല്ലോ. കൊക്കൈൻ രാജാവായിരുന്ന പാബ്ലോ എസ്കോബാർ ലക്ഷക്കണക്കിന് രൂപയുടെ റബ്ബർ ബാൻഡ് മേടിച്ചിരുന്നു ഡോളർ കെട്ടാനായിട്ട്. അറിയോ? ഡോളർ കിട്ടാനായിട്ട് ലക്ഷക്കണക്കിന് രൂപയുടെ റബ്ബർ ബാൻഡ് മേടിച്ചിട്ട് അതൊക്കെ ഒരു പ്രത്യേക തരത്തിലുള്ള ഈ പൊളിത്തീൻ കവറുകളിലൊക്കെ ആക്കി വലിയ കുഴികളിലധികം കുഴിച്ചിടുകയെന്ന് ചെയ്തുകൊണ്ടിരുന്നു പാബ്ലോ എസ്കോബാർ. അത്രയും വലിയ ഡോണായിരുന്നു അദ്ദേഹം കൊണ്ടുവന്ന ഈ കൊക്കൈന്. അത് ഭയങ്കര വില കൂടിയാണ്. കൊക്കൈൻ എന്ന് പറയുന്നത് അഫോർഡബിൾ ഒന്നുമല്ല, ഭയങ്കര വില കൂടിയാണ്. അതിനെ തകർക്കാൻ വേണ്ടിയാണ് അമേരിക്കയിൽ ഈ MDMA എന്ന് പറയുന്ന ഈ രാസ ലഹരി അവർ കൊണ്ടുവരുന്നതിന് വേണ്ടിയായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഗവൺമെൻറ് തന്നെ സ്പോൺസർ ചെയ്തിട്ട് കൊണ്ടുവന്നു. അവസാനം കൊക്കൈനും ഉണ്ടായി, ഇതും ഉണ്ടായി, എല്ലാം ഉണ്ടായി. എല്ലായിടത്തുമായിട്ട് ഇതങ്ങ് പടർന്ന് പന്തലിച്ച് അഫ്ഗാൻ, അവിടെ തന്നെ ഒരു ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് പറയുന്ന OPM എന്ന് പറയുന്ന ഒരു ഗോൾഡൻ ട്രയാങ്കിൾ തന്നെ അതിൻ്റെ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇവർക്കൊക്കെ വലിയ ശക്തിയുണ്ട്. അതാണ് ഇതിൻ്റെ കാര്യം. ഇപ്പം എന്നെ തന്നെ ആളൊക്കെയല്ല, ഒരു വലിയൊരു കല്ലെടുത്തിട്ട് എന്നെ തലക്കടിക്കാൻ വന്ന ഒരാളുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ശക്തി ഉണ്ടാവുമല്ലോ, അല്ലേ? ഉണ്ടാവുമല്ലോ, അല്ലേ? അങ്ങനത്തെ ഒരു പ്രവർത്തനത്തിലേക്ക് പോകാൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ തരത്തിലുള്ള ലഹരി ഡോണുകളുടെ ശക്തി എന്താണ്? അവർക്ക് ആരാണ് ഭരണത്തിൽ വരേണ്ടത് എന്ന് പോലും അവർ തീരുമാനിക്കും എന്നുള്ളതാണ് കാര്യം. അവരുടെ കയ്യിലുള്ള പൈസ നമ്മളങ്ങനെ വിചാരിക്കുന്നതല്ല, അത്ര ഭയാനകമായ രീതിയിലേക്ക് പോവുകയാണ്. അതിൻ്റെ വിപത്ത് നമ്മളിങ്ങനെ ഏറ്റുവാങ്ങേണ്ടി വരും. ഇത് മാത്രമല്ല, സോഷ്യൽ മീഡിയ, ഇപ്പം ലിബറലിസം എന്ന് പറയുന്ന ഒരു ആശയമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെയാണ് എല്ലാ തരത്തിലുള്ള ഈ തരത്തിലുള്ള അധോലോക പ്രവർത്തനങ്ങളിലേക്ക് അത് എങ്ങനെയാണ് മാറിയത് എന്ന് നോക്കിയാൽ മതി. അപ്പോൾ എന്താണ് ഇതിനെതിരെ നമ്മൾ എന്ത് ചെയ്യണം? മറികടക്കാനൊക്കെ പറ്റും, മറികടക്കാൻ പറ്റില്ല എന്നൊന്നുമില്ല. കാരണം ഭരണകൂടത്തിൻ്റെ പിന്തുണയില്ലാതെ, എക്സൈസ് വകുപ്പിൻ്റെ പിന്തുണയില്ലാതെ തകർത്ത് തരിപ്പണമാക്കി കളയാം ഈ ഡോണുകളെ. ജനങ്ങൾ മാത്രം വിചാരിച്ചാൽ മതി. ജനങ്ങളാണ് ശക്തി, അവർ വിചാരിക്കണം.
അവർ വിചാരിച്ച ഒരു പ്രശ്നമില്ല. ഇപ്പോൾ തുടങ്ങിയല്ലോ. ആ ഇപ്പം എന്താണ് അടുത്ത ദിവസം കണ്ടൊരു ബോർഡ് ഭയങ്കര രസമായിട്ട് തോന്നി. ആ ബോർഡ് എന്താണെന്നറിയോ? ഈ ലഹരി വിൽക്കുകയും ഇതൊക്കെ വാങ്ങിക്കുകയും ചെയ്യുന്ന ആളുകളോട് നാട്ടുകാർക്ക് പറയാനുള്ളതാണ്, മുട്ടുകാല് കല്ല് ഓടിക്കും തന്നെ ഇനി കണ്ടു കഴിഞ്ഞാൽ. അത് എതിർക്കാൻ വന്നോ ഓനും കിട്ടും അടിയുന്ന. അതൊരു പരസ്യമായിട്ട് വെക്കേണ്ടി വന്നവർക്ക്. കാരണം അവർ വെക്കേണ്ടത് എന്തുകൊണ്ടാണ്? അപ്പോൾ ആളുകൾ ചോദിക്കും, നിയമം കയ്യിലെടുക്കാൻ അധികാരമുണ്ടോ ചോദിക്കുമ്പോൾ കോടതിയോടും പോലീസിനോടും പറയാം, നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതല്ലാതെ മറ്റു മാർഗമുണ്ടാകില്ല എന്ന് കോടതിയോടും പോലീസിനോടും നിങ്ങൾക്ക് പറയാൻ പറ്റണം. കോടതി ഇടപെടുന്നത് ഇതിലൊക്കെ ഇത്രയൊക്കെ ആയിട്ടും കോടതി ഇടപെടുന്നില്ല എന്ന് പറഞ്ഞാൽ പറ്റുമോ? എവിടേക്കാണ് ഈ ജഡ്ജിമാർക്ക് മക്കളില്ലേ? അവരിതൊക്കെ കാണണ്ടേ? ബലറാം പറഞ്ഞതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ഇതിൻ്റെ ഉറവിടമാണ് അന്വേഷിക്കേണ്ടത്. ആരത്? UP സ്കൂളിലേക്ക് വരെ ഇത് എത്തിയെങ്കിൽ എവിടുന്ന് വന്നു? ഇതിൻ്റെ എങ്ങനെ ഇത് വന്നു എന്നുള്ള അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരിമിതിയുണ്ട്. ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ബാഗ് വരെ പരിശോധിക്കാൻ പാടില്ല എന്നല്ലേ? കുട്ടികളുടെ ബാഗ് വരെ പരിശോധിക്കുക. എന്ത് റൈറ്റാണ് ഇത് പറഞ്ഞത്? ചോദിക്കണ്ടേ? രക്ഷിതാക്കൾക്ക് അധ്യാപകർക്ക് കുഞ്ഞുങ്ങളെ ബാഗ് പരിശോധിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു നിയമം എവിടുന്നുണ്ടായത്? അവിടെ നിയമം ഉണ്ടാകാൻ പാടില്ലല്ലോ, അല്ലേ? വേണ്ടേ? രക്ഷിതാക്കളും ശ്രദ്ധിക്കണം. ഞാൻ എൻ്റെ 2 മക്കളോടും പറഞ്ഞൊരു കാര്യമുണ്ട്. ഏതെങ്കിലും ഫ്രോഡിൽ നിങ്ങൾ പെട്ട് കഴിഞ്ഞാൽ അല്ലാത്ത എന്തെങ്കിലും ഒരു ഫ്രോഡിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ അന്ന് ഞാൻ തള്ളിപ്പറയുന്നുണ്ട് ഞാൻ മക്കളോട്. അന്ന് ഞാൻ തള്ളിപ്പറയും. നിങ്ങൾ എൻ്റെ മക്കളല്ല, ഞാൻ പറയാൻ കഴിയണം. അല്ലാതെ അത് ഏത് MLA ആയാലും അവരുടെ മക്കളായാലും അങ്ങനെ പറയാനുള്ള ഒരു നൈതിക ജാഗ്രത സമൂഹത്തിലുണ്ടാവും. ഇത് പോയി എനിക്കറിഞ്ഞുകൂടാ. എന്താണ് യൂത്തിൻ്റെ ആക്ടിവിസം? നജിം എന്ന് പറഞ്ഞു തന്നാൽ എന്താ ആക്ടിവിസം? എവിടെ പോയടോ ചന്ദ്രശേഖർ ആസാദൊക്കെ? എവിടെ പോയി? ആരും കാണുന്നില്ലല്ലോ ബലറാമേ. ഈ യൂത്തിനെ കൊണ്ട് ഇങ്ങനെ തെരുവിൽ നിറഞ്ഞു നിന്നവരൊക്കെ എവിടെ പോയി? എവിടേക്കാണ് അവർ പോയത്? ഞാൻ അത്ഭുതപ്പെടുകയാണ്. എവിടേക്ക് പോയി ഇവരൊക്കെ? ഒരു റാലിയില്ല, ഒന്നുമില്ല. കംപ്ലീറ്റ് ഓൺലൈനാ പരിപാടി. അങ്ങനെ പറ്റില്ലല്ലോ, അങ്ങനെ പറ്റില്ല. ഓഫ്ലൈനിലേക്ക് തന്നെ വരേണ്ടി വരും, അല്ലേ? എവിടെ ഞാൻ ചോദിക്കുന്നത് അല്ലേ? എവിടെ ഉണ്ട് ഇപ്പോൾ? ഒരു ആക്ടിവിസം കാണാനില്ല, യൂത്തിനെ കാണാനേ ഇല്ല. എവിടെയാണ് ഈ മൂവ്മെന്റ്? ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. എന്താണ് ഷൈജ ആണ്ടവൻ എന്ന് പറയുന്ന സ്ത്രീ, അല്ലേ? ഈ പിന്നെ എന്താ പറയുക, ഗാന്ധിയെ കൊന്ന് ശരിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവർ IIT-യിൽ ഒരു സ്ത്രീ വന്നപ്പോൾ അവർക്കെതിരെ ആ ക്യാമ്പസിൽ ഒരു പ്രക്ഷോഭം നയിച്ചത് KSU എന്ന് പറയുന്ന ഏക വിദ്യാർത്ഥി സംഘടന. അവർ മാത്രമാണോ ചെയ്യേണ്ടത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് കാര്യം പറയട്ടെ. ഈ ഷൈജ ആണ്ടവനെതിരെ 19 MP-മാരും ഓരോ ദിവസം അവിടെ പോയിട്ട് പ്രക്ഷോഭം നയിക്കണം, എല്ലാ ദിവസവും. വേണ്ടേ? എന്താ ചെയ്തു കൂട്ടുന്നത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഷൈജ ആണ്ടവൻ നടത്തിയ പോലുള്ളൊരു പ്രസ്താവന പോലെ നടത്തിയിട്ട് ലോകത്തിൽ ഏതെങ്കിലും രാജ്യത്തിൽ ജോലി തുടരാൻ പറ്റുമോ? അവർ രാഷ്ട്രപിതാവിനെ, ആ രാജ്യത്തെ രാഷ്ട്രപിതാവിനെ അപമാനിച്ച ഒരാളെ ജോലിയിൽ തുടരാൻ സംഭവിക്കുക. അന്ന് അവർ പിടിച്ച് പിരിച്ചുവിടല്ല, ജയിലിട്ടുണ്ടാവും. സംശയമൊന്നും വേണ്ട. എവിടേക്കാണ് പോണത്? ഇതൊന്നും വേണ്ടത്. അപ്പൊ എന്തുമാകാം എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ലഹരി തന്നെയാണ്, ഡ്രഗ് ആണ്. ഇതിൽ വരുന്ന പൈസ നമ്മൾ വിചാരിക്കുന്ന പൈസയൊന്നുമല്ല. ഇത് കുറച്ചൊന്നുമല്ല ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ വിനിമയത്തിൻ്റെ ഭാഗമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കോടാനുകോടിയാണ്. നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. അവർക്ക് എല്ലാവരും വിലക്കെടുക്കാനുള്ള പൈസ ഉണ്ടാവും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒരു മാതൃകയുണ്ട് പഞ്ചാബിൻ്റെ പിടിയിൽപ്പെട്ടതാണ്. ഇതിലേറ്റവും നല്ല മാതൃക വളരെ താഴെ തട്ടിൽ ഈ പിന്നെ സ്കൂളുകളെയും ഒക്കെ അധ്യാപകർ, രക്ഷിതാക്കൾ എല്ലാവരും ചേർന്നുകൊണ്ട് ചെറിയ ചെറിയ സെല്ലുകൾ രൂപപ്പെടുത്തിയതിനു ശേഷം ഉറവിടം എവിടേക്കാണെന്ന് കണ്ടെത്തുക. സമ്മതിക്കരുത്, അങ്ങനെ ഒരു കരിയറായിട്ടുള്ള ആളുകളെ സമ്മതിക്കരുത്. അത്ര വളരെ ശ്രദ്ധിച്ച് കണിശമായി ഇത്തരത്തിലുള്ള ആളുകളെ. ഞാൻ ചോദിക്കട്ടെ, ഈ കൂറ്റനാട് ഒരു സ്കൂളിലൊരു സംഭവം ഉണ്ടായല്ലോ. അവിടെ അല്ലേ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യാൻ പോയി. 9ാം ക്ലാസ്സിൽ പോയിരുന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്യാൻ പോയപ്പോഴാണ് അതിൻ്റെ പിന്നിലുള്ള പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ ഇതിൻ്റെ കാര്യം ചെയ്യുന്ന ആൾ, ഇതിൻ്റെ വിപണി നിശ്ചയിക്കുന്ന ആളും അയാളുടെ ഗേൾ ഫ്രണ്ടും കൂടി എന്നും സ്കൂളിൽ വരുമായിരുന്നു, പുറത്ത് ബൈക്കിൽ വന്ന് നിൽക്കുമായിരുന്നു. എന്നിട്ട് അവരാണിത് വിൽക്കുന്നത്.
അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എങ്ങനെ മാറുന്നു? എന്നിട്ട് ആർക്കും ആരുടെയും ശ്രദ്ധയിൽ കൂടി പെടാതെ പോകുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളുടെ തകർച്ചയാണ്. അത് വലിയ തകർച്ചയാണ്. അയൽവീടുകളായിട്ട് ബന്ധമില്ല. എന്താണ് നമ്മുടെ ഗ്രാമത്തിൽ പോലും സംഭവിക്കുന്നത് എന്ന് അറിയാൻ പറ്റുന്നില്ല. ഗ്രാമങ്ങളിൽ 6 മണിക്കൊക്കെ തന്നെ വന്ന് ഈ ഡ്രഗ് ഉപയോഗിക്കുന്ന ഒരു സംഘം ആൺകുട്ടികളെയും പെൺകുട്ടികളെയും എടപ്പാൾ എനിക്കറിയാം. 6 മണിക്ക് പുലർച്ചെ അറിയോ, അവരൊക്കെ അവർ വന്ന് നിൽക്കുക. അപ്പോൾ ഇതിനെതിരെ ഈ തരത്തിലുള്ള വലിയൊരു മൂവ്മെൻ്റ് ഉണ്ടാക്കണം. മറ്റൊന്ന്, അത് എല്ലാ കാലഘട്ടത്തിലും ഈ യൂത്തിനെ നയിക്കുന്ന ചില ബദൽ ചിന്തകൾ, സർഗബോധങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. അതില്ലാതെ അത് വലിയൊരു പ്രശ്നമാണ്. അതില്ലാതെ ആയി പോയിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ റോളുണ്ട്. ഇപ്പം ഞങ്ങളൊക്കെ ആലോചിച്ച് നോക്കണം. ഇപ്പോൾ ഒരു തന്ത വൈബ് എന്നാണല്ലോ പറയുക, അല്ലേ? അങ്ങനെയുള്ള ഇപ്പോൾ പുതിയ വാക്ക്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 17ാമത്തെ വയസ്സിൽ ഞങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് MN വിജയ മാഷയുടെയും അഴീക്കോട് മാഷയുടെയും പ്രഭാഷണമായിരുന്നു. ഞാൻ ഈ യൂത്തിനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ തലമുറയിലെ മാത്രമേ ശബ്ദം കേൾക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ പോയി പറഞ്ഞാൽ മതി. അങ്ങോട്ടൊന്നും പറയണ്ട. ഞങ്ങളുടെ കാലഘട്ടത്തിൽ നിങ്ങൾ ഈ തന്ത വൈബ് എന്നൊക്കെ നിങ്ങൾ വിശേഷിപ്പിക്കാൻ താല്പര്യപ്പെട്ട ആളുകളാണ് ഞങ്ങളെ സർഗബോധമുള്ള ആളുകളാക്കി മാറ്റിയതും ഞങ്ങളുടെ ചിന്താധാരകളെ മാറ്റിമറിച്ചു. ഇപ്പം ഉണ്ടോ ഒരു കവിയരങ്ങിന് കണ്ടിട്ട് നിങ്ങൾ? ഇവിടെ ഉണ്ടോ? ഇവിടെ ഇല്ലല്ലോ. ഒരു കവിയരങ്ങ് ഇവർക്ക് വേണ്ട, ഇവർക്ക് നാടകം വേണ്ട. നാടകമുണ്ടോ? യൂത്തിൻ്റെ തിയേറ്റർ എന്താ? നിങ്ങളൊന്ന് പറഞ്ഞേ. ഞാൻ കഴിഞ്ഞ വർഷം കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഒരു അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ഹയർ സെക്കൻഡറി കുട്ടികളോട് പറഞ്ഞൊരൊറ്റ കാര്യമുണ്ട്. നിങ്ങളോട് തൊഴുതൊരപേക്ഷ എനിക്ക് പറയാനുണ്ട്. മരിക്കുന്നതിന് മുമ്പ് വട്ടംകുളത്തെ ഈ കുട്ടികൾ, നിങ്ങളുടെ പ്രായത്തിൽപ്പെട്ട കുട്ടികൾ, നിങ്ങൾ സ്ക്രിപ്റ്റ് എഴുതി നിങ്ങൾ സംവിധാനം ചെയ്ത് ഒരു നാടകം കണ്ട് മരിക്കണം എന്നൊരു മോഹമുണ്ട്. ഇനി തയ്യാറല്ലെങ്കിൽ നാടകം ഒരു മാധ്യമമായിട്ട് ഞങ്ങൾ കാണുന്നില്ല നിങ്ങൾ പറഞ്ഞാൽ കഴിഞ്ഞാൽ പിന്നെ മറുപടി ഞാൻ വേറെ തരാം. അപ്പം മറുപടിക്ക് വേറെ ഞാൻ തരാം. അപ്പോൾ ഇവർക്ക് ഇതൊന്നും വേണ്ടേ? ഒന്നും ഇവർക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാവും? കണ്ടോ ഇവിടെ അവർക്ക് നാടകം വേണ്ട, അവർക്ക് ഇതൊന്നും വേണ്ട. അതെന്താ അങ്ങനെ? എങ്ങനെ ആയി മാറാം? അങ്ങനെ പോവില്ല. അങ്ങനെ സംസ്കാരം പോവില്ല. അങ്ങനെ സംസ്കാരം പോയി കഴിഞ്ഞാൽ അതിനെതിരെ പ്രതിസംസ്കാരം രൂപപ്പെട്ടു വരും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം അതിനെന്താണ് വഴി? തീർച്ചയായിട്ടും അതിന് വഴിയാണ്. ഒരു ചിത്രകലാ പ്രദർശനത്തിലില്ല. ഞാനോ ഇത് മാത്രമാണ് പ്രശ്നം. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇവിടേക്ക് എല്ലാവരോടും ചോദിക്കുന്നൊരു ചോദ്യമാണ്. കൂറ്റനാട്ടത്ത് ഒരു നെല്ലിക്ക ഉപ്പിലിട്ടതിന് പ്രത്യേക രുചിയുണ്ട് എന്നൊരു ബ്ലോഗർ പറഞ്ഞാൽ ഇത് കഴിക്കാൻ തിരുവനന്തപുരത്ത് നിന്ന് കാറോടിച്ച് വരുന്ന പൊട്ടന്മാരുണ്ടാവുന്ന ഒരു രാജ്യത്ത് ഇതന്നെയല്ലേ സംഭവിക്കുക? ഇങ്ങനത്തെ പൊട്ടന്മാർ എന്താ ഇതൊക്കെ? എവിടേക്ക് ഞങ്ങൾ പോണത്? ഇതൊരു മര്യാദ വേണ്ടതിന്. ഇതിവിടെ മാത്രമല്ല, പൊന്നാനിയിൽ ഒന്നാം തരം ചിത്ര പ്രദർശനം നടക്കുമ്പോൾ അവിടുത്തെ എഴുത്തുകാർ, കവികൾ, സാഹിത്യകാരന്മാർ ചിത്രം കാണാൻ വന്നില്ലല്ലോ. എന്നാൽ അവരെല്ലാം കുടുംബവുമായിട്ട് അന്നേ ദിവസം, ഈ 7 ദിവസം ചിത്രപ്രദർശനം നടക്കുന്ന ദിവസം ചമ്രവട്ടം പാലത്തിൻ്റെ അവിടെ പോയിട്ട് ഉപ്പിലിട്ട നെല്ലിക്ക തിന്നാനായിട്ട് ഇവരെല്ലാം കുടുംബമായിട്ട് അവിടെ ഉണ്ടോ? ഇതെന്താ നജ്മ? അങ്ങനെ ഒരു പുസ്തകപ്രകാശന് വന്നാൽ ഇവർക്ക് 100,000 ഒഴിവ് കഴിയുക. അന്ന് ഇവിടെ ഓപ്പറേഷനായി, മറ്റേ ആളെ പിന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തു, മറ്റേ ആളെ ഡൽഹിയിൽ അഡ്മിറ്റ് ചെയ്തു. ഞാൻ അനുഭവിച്ചാണ്. എൻ്റെ ഒരു കുഞ്ഞൊരു പുസ്തകം പ്രകാശനം ചെയ്യാനായിട്ട് വന്നിട്ട് ഒരു സംസ്കാര സാഹിത്യക്കാരൻ അതിൻ്റെ 7 അലക്കത്തേക്ക് ഒന്നിലിടും. ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് വന്നില്ല. ഒരു സംസ്കാര സാഹിത്യക്കാരൻ വന്നില്ല. ആരും വന്നില്ല. ആകെപ്പാടെ എൻ്റെ 78 എൻ്റെ കൂട്ടുകാർ മാത്രം ഉണ്ടോ. ഒരു ചെറിയ പുസ്തക പ്രകാശനം 48 കൊല്ലം എഴുതാൻ തുടങ്ങിയിട്ട്. അപ്പോൾ പറയും ഞങ്ങൾക്ക് സമയമില്ല എന്ന്. നിങ്ങൾ കല്യാണത്തിന് വിളിച്ചു നോക്ക്. കല്യാണത്തിന് ദിവസം ഇവിടുന്നാടോ നിങ്ങൾക്ക് 3000 ആളുകൾക്ക് ഗ്യാദർ ചെയ്യാൻ പറ്റുന്നത്? അന്ന് നിങ്ങൾക്ക് ഓപ്പറേഷൻ ഇല്ലാത്ത അന്ന് നിങ്ങൾക്ക് ആശുപത്രി ഇല്ലാത്ത അന്തേ? അത് തന്നെ പ്രശ്നം. അത് തന്നെയാണ് പ്രശ്നം. ഈ സംസ്കാരം ഇങ്ങനെ ജീർണിച്ചൊരു വഴിക്കായി. അതാണ് പ്രശ്നം. എല്ലാം വേണം. ഈ നാടകം, സാംസ്കാരിക ബോധങ്ങൾ, എൻ്റെ കൗമാര കാലഘട്ടത്തിൽ എത്ര മാസം നീണ്ടു നിൽക്കുന്ന റിഹേഴ്സൽ ക്യാമ്പാണ് ഒട്ടക്കുളം ഗ്രാമീണ വായനശാലയുടെ കീഴിലുള്ള കലാസമിതിയുടെ നാടകത്തിലുണ്ടായിരുന്നു.
അപ്പോൾ ഈ സർഗബോധത്തിലേക്ക് എനിക്ക് വലിയ സന്തോഷമുണ്ട്. ആ ചെറിയ നാടകത്തിൻ്റെ അവസാനം പറയുന്നത് സംഗീതം ലഹരിയായിട്ട് മാറണം തന്നെയാണ്. സംഗീതം, സാംസ്കാരിക പ്രവർത്തനങ്ങൾ, കവിത, വായന, ഇതെല്ലാം ലഹരിയായിട്ട് മാറണം. അതായിരിക്കണം ലഹരി. ജീവിതത്തിൻ്റെ ഇത്തരത്തിലുള്ള സർഗബോധങ്ങളായിരിക്കണം ലഹരി. അതിലേക്ക് കൊണ്ടുവരാൻ യൂത്തിനെ മാത്രം കുറ്റം പറഞ്ഞ് ഒഴിവായിട്ട് കാര്യമില്ല കേട്ടോ. യൂത്തിനെ കുറ്റം പറഞ്ഞോ ഗവൺമെൻറ്റുകളെ മാത്രം കുറ്റം പറഞ്ഞോ ഒന്നുമില്ല. കാരണം ഗവൺമെൻറ്റുകളൊക്കെ എന്നും ഇങ്ങനെ തന്നെ. എനിക്ക് ഒരു കാലത്ത് വിശ്വാസമില്ല. ഞാൻ തുറന്നു പറയാം, എനിക്ക് ഗവൺമെൻറ്റായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. എനിക്ക് പ്രാദേശികമായിട്ട് അങ്ങനെ ഈ പറയുന്ന തദ്ദേശ സ്ഥാപനങ്ങളായിട്ട് പോലും ബന്ധമുള്ള ഒരാളാണ്. എന്നെ അത് കാര്യമായിട്ടൊന്നും സ്വാധീനിക്കുന്നൊന്നുമില്ല. അതൊക്കെ അതിൻ്റെ വഴിക്ക് വിട്ടേക്ക്. നമ്മൾ ബദലുണ്ടാക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു മാർഗവുമില്ല. തീർച്ചയായിട്ടും സംസ്കാര സാഹിതിക്കൊക്കെ വിചാരിച്ചാൽ കുറച്ചുകൂടി സർഗബോധമുള്ള യൂത്തിനെ ഇങ്ങനെ കൂട്ടിച്ചേർക്കാൻ ഞങ്ങളെപ്പോലുള്ള കുറച്ച് പ്രായമുള്ള ആളുകളല്ല, ഇതിന് വിളിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. വരേണ്ടത് കുട്ടികൾ തന്നെയാണ്. അവിടേക്ക് വരണം, അവരാകർഷിക്കണം, അവിടെ ചെന്ന് ചോദിക്കണം, എന്താ നിങ്ങൾ വരാത്തത്, ചോദിക്കണം, വേണം, എന്താ പ്രശ്നം, സംസാരിക്കണ്ടേ, സംസാരിക്കണം. ഞാൻ കുറച്ചു കാലമായിട്ട് ക്യാമ്പസിൽ കുട്ടികളോട് ചോദിച്ചുകൊണ്ടിരിക്കുക, എന്തുകൊണ്ട് നിങ്ങൾ തെരുവിലിറങ്ങുന്നത്? ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിന് ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് വ്യാകുലത ഉണ്ടോ ഇല്ലേ? ഉണ്ടെങ്കിൽ ഇങ്ങനെയല്ല ഒരു ഗവൺമെൻറ് പോകേണ്ടത് എന്ന ബോധ്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പ്രവർത്തനം നടത്തിയിരുന്നില്ല. അല്ലാതെ സ്കോട്ട്ലൻഡിൽ രക്ഷപ്പെട്ടിട്ടോ ഡെൻമാർക്കിക്ക് പോയിട്ടോ അങ്ങ് രക്ഷപ്പെടാൻ കഴിയുമെന്നും ഒന്നും ആരും കരുതണ്ട. ഈ രാജ്യം ഉണ്ടാവുള്ളൂ. നമ്മളിപ്പോൾ വാച്ച് കേട് വന്നാലും വലിച്ചെറിയല്ലോ ചെയ്യുക, റിപ്പയർ ചെയ്യില്ലേ? ആ റിപ്പയർ ചെയ്തെടുക്കണം, രാജ്യത്തെ റിപ്പയർ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ ആലോചിക്കണം. ഇത് ഒരു തരത്തിലുമല്ല, കുറേയധികം ഒരുപാട് ലെയറുകളായിട്ട് കിടക്കുന്ന കുറ്റകൃത്യങ്ങൾ ഒരു എലമെൻ്റ് ഉണ്ട്. ലഹരി മാത്രമാണെന്ന് പറയാൻ നോക്കില്ല. മാനസിക ജീവിതം എന്താണ്, എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഡിപ്രഷനിലേക്ക് പോകണു, വേറൊരു വിചിത്ര ജീവികളായിട്ട് ഈ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് പരിണമിച്ച് വരുന്നത് ഒക്കെ പഠിക്കണം. അപ്പോൾ പഠിക്കണമെങ്കിൽ സൈക്കോളജിസ്റ്റുകൾ വേണം. അങ്ങനെ എല്ലാവരുടെയും ഒരു വലിയ സംഘത്തെ ഒരു ജാഗ്രത ഉണ്ടാക്കിയിട്ട് ഗ്രാമാന്തരങ്ങളിൽ അതിനെതിരെയുള്ള വലിയ വിജിലൻ്റ് ആയിട്ടെടുക്കണം. ബലറാം പറഞ്ഞ പോലെ അതിനുള്ള ഒരു ശ്രമം തീർച്ചയായിട്ടും. പിന്നെ ഇപ്പം തീർച്ചയായിട്ടും പ്രതിപക്ഷ പാർട്ടികളാണ് ഇത് ഏറ്റെടുക്കേണ്ടത്. കാരണം ഭരണകൂടങ്ങൾ എക്കാലത്തും ഇതിനെയൊക്കെ സ്പോൺസർ ചെയ്തിട്ട് നിൽക്കുകയുള്ളൂ. കാര്യം എന്ത് പറഞ്ഞാലും ഇനിയും ഒരു മദ്യ ഫാക്ടറി ഉണ്ടാക്കുക എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ ഒക്കെ കാര്യം പോട്ടെ, ഞാൻ ഒരു കാര്യമേ എനിക്ക് ചോദിക്കാനുള്ളൂ, ഇനി ഇതൊക്കെ കുറിച്ചാണോ നമ്മൾ ആലോചിക്കേണ്ടത്? ഇനി ഒരു മദ്യ ഫാക്ടറി ഉണ്ടതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ടോ എന്നതാണ് എനിക്ക് പറയുന്നത്. അതൊക്കെ വലിയ വിപത്തിലേക്ക് പോകും. ഇനി അതിനെക്കുറിച്ചല്ല ആലോചിക്കേണ്ടത്, മറിച്ച് ഇതൊന്നൊക്കെ ജനങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കുന്ന, അത്യാവശ്യത്തിന് മദ്യപിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടല്ലോ അല്ലേ, അതൊക്കെ മതി. മദ്യശാലകളൊക്കെ ഉണ്ട്, ബിവറേജിൻ്റെ ഔട്ട്ലെറ്റൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ നിർത്തിയിട്ട് കുറച്ചുകൂടി ക്രിയാത്മകമായി ഈ ഒരു രാജ്യത്തെ യുവജനങ്ങളെ കുറച്ചുകൂടി മാറ്റിയെടുക്കാൻ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുകയെന്ന് ഗൗരവമായിട്ട് ആലോചിക്കുക. അതിനുള്ള ഒരു കൂട്ടായ്മയുടെ തുടക്കം എന്നുള്ള നിലയിൽ ഇത്രയധികം ആളുകളെ സംസ്കാര സാഹിതിക്ക് ഒരു സായാഹ്നത്തിൽ ഇത്ര പെട്ടെന്ന് സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചുവടുകൾ മുന്നോട്ട് പോകുക, കൂടെ ഞാനും ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. സാഹിത്യ ലഹരിയിലേക്ക് നമ്മുടെ യുവത്വം വളരട്ടെ എന്നാശംസിച്ച മാഷുടെ വാക്കുകൾക്ക് നന്ദി. പ്രിയപ്പെട്ട സുരേന്ദ്രൻ മാഷെ, ഓടക്കുഴൽ അവാർഡ് ജേതാവായ സുരേന്ദ്രൻ മാഷെ ആദരിക്കുന്നതിന് വേണ്ടി, സംസ്കാര സാഹിതിയുടെ ആദരവ് നൽകുന്നതിന് വേണ്ടി വി.ടി. ബൽറാം ക്ഷണിക്കുന്നു. അടുത്തായി യുവതയുടെ ശബ്ദം പ്രിയപ്പെട്ട നജ്മ തബ്ഷീറയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാനം നിറഞ്ഞ വി.ടി. ബൽറാം, പി. സുരേന്ദ്രൻ മാഷ്, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട അതിഥികളെ,
വിഷയത്തിൻ്റെ പ്രാധാന്യം അറിഞ്ഞുകൊണ്ട് നമ്മൾ ഇക്കാലത്ത് സംസാരിക്കേണ്ടത് ഏറ്റവും വലിയ വിഷയമാണ് ഇത് എന്നറിഞ്ഞുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സമയം ഒരുപാട് വൈകിയിരിക്കുന്നു. വിശദമായി തന്നെ ബൽറാം സാറും സുരേന്ദ്ര മാഷും ഒക്കെ ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ നാട്ടിലൊരു മാധ്യമ സംസ്കാരം ഇങ്ങനെയാണല്ലോ, ഒരു വാർത്ത ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ തുടർച്ചകളായി ഇഷ്ടംപോലെ അതേ വാർത്തകൾ നമ്മുടെ മുന്നിൽ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടേയിരിക്കും എന്നുള്ളത് കൊണ്ടായിരിക്കണേ ഈ കാണുന്ന വാർത്തകളൊക്കെ എൻ്റെ ഫീഡിലും വന്നു പോകുന്നത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഫോൺ എടുക്കുന്നത്. പുതിയ കാലത്ത് എൻ്റെയും വാർത്തകൾ അറിയാനുള്ള ഒന്നാമത്തെ മാധ്യമം ഫോൺ തന്നെയാണ്. അങ്ങനെ ഒരു പ്രാർത്ഥന അറിയാതെ ഉള്ളിലുണ്ടാവുന്നത് ഇത് കേൾക്കാനുള്ളൊരു വിമുഖത കൊണ്ടാണ്. ഭയം മാറുകയും നിരാശ വരികയും ഇപ്പോൾ അത് നിസ്സംഗതയാവുകയും ചെയ്യുന്ന രൂപത്തിലേക്ക് ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മുടെ മുന്നിൽ ദിവസേന നിറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതും ചെറിയ കുഞ്ഞുങ്ങളെ പറ്റിയാണ്. നമ്മൾ ഈ പറയുന്ന യുവതികൾ യുവാക്കൾ എന്ന് പറയുന്ന ആളുകളെക്കാളൊക്കെ ഈ അരാജകത്വം പേറുന്ന വാർത്തകൾ, കൊലപാതകത്തെക്കുറിച്ച്, ആത്മഹത്യയെക്കുറിച്ച്, ലഹരിയെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ നിരന്തരം ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്നത് ചെറിയ കുഞ്ഞുങ്ങളിൽ നിന്നാണ്. 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 6ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളിൽ നിന്ന്. എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചുകൂടി പ്രിപ്പയർ ആയിരിക്കുന്നത് നല്ലതാണ്. ഇതിലും ഭീതിതമായ വാർത്തകൾ നമ്മൾ കേൾക്കാനുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ആശങ്ക പരത്താൻ വേണ്ടി പറയുന്നൊരു കാര്യമല്ല. പക്ഷെ നിരന്തരമായി കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്ന നിലക്ക് ഇതിലും ഭീതിതമായ കഥകൾ നമ്മുടെ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും പുറത്തു വരാനുണ്ട് എന്ന് ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാനും. എവിടെയാണ് പ്രശ്നം എന്നുള്ളതിനെ കുറിച്ച് മാത്രമാണ് ഇനി നമ്മൾ സംസാരിക്കേണ്ടത്. പ്രശ്നമുണ്ട് എന്നതിൽ നമുക്ക് ആർക്കും രണ്ടാമതൊരു അഭിപ്രായമില്ല. നാട്ടിൽ അരാജകത്വം വലിയ രൂപത്തിൽ വർദ്ധിക്കുന്നുണ്ട് എന്നതിൽ നമുക്കാർക്കും രണ്ടാമതൊരു അഭിപ്രായ വ്യത്യാസമോ ഇല്ല. ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്, വലിയൊരു അരാജകത്വം. ഈ പറഞ്ഞ പോലെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാതിരിക്കുക. സുരേന്ദ്ര മാഷൊക്കെ കൃത്യമായി വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സംസാരം അവസാനിപ്പിച്ചത്. എവിടെയാണ് ഇവർ പോയി കിടക്കുന്നത്, എന്താണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് പല കാരണങ്ങളിലേക്ക് ഒരുപക്ഷെ നമ്മുടെ കൺക്ലൂഷൻ എത്തിക്കാൻ പറ്റും. പറഞ്ഞ പോലെ ലഹരിയിലേക്ക് നമുക്ക് എളുപ്പം എത്തിക്കാൻ പറ്റുന്ന ഒരു മാർഗമാണ് ഈ കാണുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം. ഒന്നാമത്തെ കാരണം ലഹരിയാണ് എന്ന് നമുക്ക് എളുപ്പം ചുരുക്കി പറയാം. സിനിമയാണ് എന്ന് ചുരുക്കി പറയാം. ഏറ്റവും മോശം എക്സാമ്പിളുകൾ നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാവുന്നതാണ് എന്ന് പറയാം. വയലൻസിനെ ഹീറോയിക് ആക്കുന്ന ഏറ്റവും വലിയൊരു പ്രത്യയശാസ്ത്രം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നത് കൊണ്ടാണ് എന്ന് പറയാം. ഇങ്ങനെ പലതായ കാരണങ്ങളിലേക്ക് നമ്മൾ ഈ എയറിൽ വിടുക എന്ന് പറഞ്ഞ പോലെ തന്നെ പലതായ കാരണങ്ങളിലേക്ക് കാരണങ്ങളെ അഴിച്ചുവിട്ട് സ്വതന്ത്രരായി ഇവിടെ വന്ന് നിൽക്കാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷേ കൃത്യമായി ഇതിനുള്ളിലേക്ക് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തിൻ്റെ സൃഷ്ടിപ്പിനും ഒരു കാരണമുണ്ടല്ലോ. അതെന്താണ് എന്ന ചോദ്യത്തിന് എൻ്റെ ഉത്തരം അപകടകരമായ രൂപത്തിൽ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പൊതുബോധം എന്നുള്ളതാണ്. ഇതും ഭയങ്കര ഏറെ സാധനമാണ്. പൊതുബോധം എന്ന് പറഞ്ഞാൽ ഞാനും അല്ല, നിങ്ങളും അല്ല, നമ്മളാരും അല്ല, പിന്നെ ഏതോ ഒരു പൊതുവാണല്ലോ. എന്നാൽ പിന്നെ ഓലങ്ങ് ഉത്തരവാദിത്തം ഏറ്റെടുക്കട്ടെ എന്നുള്ളത്. പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിലനിൽക്കുന്ന നമ്മളെല്ലാവരും ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഈ അപകടകരമായ പൊതുബോധമാണ് ഇതിൻ്റെ ഒന്നാം കാരണക്കാരൻ. ആ പൊതുബോധമാണ് നിർബാധം ലഹരി ഉപയോഗിക്കാൻ നമ്മെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. വയലൻസ് എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് എന്ന് നമ്മെ പ്രചോദിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ യുവതികൾ, യുവാക്കൾ, കുട്ടികൾ ഇത്തരത്തിലുള്ള ഒച്ചപ്പാടുകളുടെ ഭാഗമാവരുത്, നമ്മുടെ വഴി വേറെയാണ് എന്ന് നമ്മളെ തോന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പൊതുബോധമാണ്. സമരം വിളിക്കലല്ല ശരി, അതിനപ്പുറത്തേക്ക് ഈ പോസിറ്റീവ്നെസ് മാത്രം വിതറിക്കൊണ്ടേയിരിക്കലാണ് ശരി എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്നത് ഈ പൊതുബോധമാണ്. നമ്മുടെ രാഷ്ട്രീയം രൂപപ്പെടുത്തുന്നത് ഈ പൊതുബോധമാണ്. ആ പൊതുബോധം എവിടെ നിന്ന് എന്നതുകൂടി കണ്ടെത്തിയാലേ നമ്മുടെ ഉറവിടം കറക്റ്റായിട്ട് നമുക്ക് തൊട്ട് കാണിക്കാൻ പറ്റുള്ളൂ. പറഞ്ഞ പോലെ ഇപ്പോഴും ഞാൻ എയറിൽ ഇങ്ങനെ പറത്തി വിട്ടിരിക്കുകയാണ്, ഇത് എൻ്റെയും നിങ്ങളുടെ ഉത്തരവാദിത്തമല്ല, നമ്മൾ കൈ കഴുകി കഴിഞ്ഞു എന്ന് അല്ല. എൻ്റെ തോന്നലിനെ പങ്കുവെക്കുന്നു. നമ്മുടെ ഇടയിൽ കുറച്ചു കാലമായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും കൃത്യമായ ഒരു അജണ്ടയോടുകൂടി തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ പൊതുബോധത്തിൻ്റെ സൃഷ്ടി ഈ നാട്ടിലെ ഇടതുപക്ഷമാണ്. ഞാനിത് കോൺഗ്രസിൻ്റെ പരിപാടിയിൽ വന്ന് പറയുന്നതുകൊണ്ടോ ഞാനൊരു ലീഗിൻ്റെ വ്യക്തി ആയതുകൊണ്ടോ അല്ലെങ്കിൽ ലീഗിൻ്റെ ഒരു പ്രത്യയശാസ്ത്രം ഉൾക്കൊള്ളുന്ന ആളായതുകൊണ്ടോ അല്ല. ഇതൊന്നും അല്ലാതെ സ്വതന്ത്രമായി മാറി നിന്നാലും സ്വതന്ത്രമായി നിരീക്ഷിക്കുന്ന എഴുത്തുകാരും ഈ പറഞ്ഞ പോലെ ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും പറയുന്നത് ആവർത്തിച്ച് പറയുകയാണെങ്കിലും അത് തന്നെയാണ് ശരി. ഇവിടുത്തെ ഇടതുപക്ഷ പൊതുബോധത്തിന് അതിൽ കൃത്യമായ ഒരു പങ്കുണ്ട്. എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനം? ക്യാമ്പസുകൾ, ബൽറാം സാറ് പറഞ്ഞതുപോലെ തന്നെ ക്യാമ്പസുകൾ ഭരിക്കുന്നത് SFI ആണെന്ന് അവർ അവകാശപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു.
ക്യാമ്പസിന്റെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത് അവരാണെന്ന് അവർ അവകാശപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. എന്താണ് ക്യാമ്പസുകൾ സംസാരിക്കുന്ന രാഷ്ട്രീയം? പ്രത്യേകിച്ച് SFI ഒക്കെ ഒരു മൃഗീയ ഭൂരിപക്ഷം പേർന്ന ക്യാമ്പസുകൾ സംസാരിക്കുന്ന രാഷ്ട്രീയം എന്താണ് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ നിരീക്ഷിച്ചു നോക്കിയിട്ടുണ്ടോ? ആ രാഷ്ട്രീയം അപകടകരമായ അവനിവനിസത്തിന്റെ രാഷ്ട്രീയമാണ്. അത് അപകടകരമായ ലിബറലിസത്തിന്റെ രാഷ്ട്രീയമാണ്. അത് അപകടകരമായ സ്വന്തത്തിലേക്ക് ചുരുങ്ങുന്ന രാഷ്ട്രീയമാണ്. അതിലെനിക്ക് നിങ്ങളോട് യാതൊരുവിധ കമ്മിറ്റ്മെന്റും ഇല്ല. എൻ്റെ ആശയത്തെ എതിർക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ എനിക്കൊരാൾക്കൂട്ടത്തെ സൃഷ്ടിക്കാനും നിങ്ങളെ എതിരിടാനും സാധിക്കും. അതിന് പ്രോത്സാഹിപ്പിക്കുന്ന പ്രത്യയശാസ്ത്രമാണ്. രക്തസാക്ഷികളെ കൊണ്ടാടുന്ന പ്രത്യയശാസ്ത്രത്തിന് അതേ ചെയ്യാൻ പറ്റുള്ളൂ. രക്തസാക്ഷിത്വം എന്ന് പറയുന്നതാണ് ഹീറോയിക് ആയിട്ടുള്ള ഒരു കാര്യം. ജീവിതത്തിന്റെ അന്ത്യം എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി പോരാടി മരിക്കൽ എൻ്റെ ഉത്തരവാദിത്വമാണ്. അല്ലെങ്കിൽ പോരാടി മരിച്ചവനെ പൂജിക്കൽ എൻ്റെ ഉത്തരവാദിത്വമാണ്. ഇനി അതിനെതിരെ ആരെങ്കിലും സംസാരിച്ചാൽ അവനെ അവസാനിപ്പിക്കൽ എൻ്റെ ഉത്തരവാദിത്വമാണ് എന്നൊരു അടിമബോധം പേറുന്ന മനുഷ്യർക്ക് അങ്ങനെ ചിന്തിക്കാനേ സാധിക്കും. അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യന്മാരെ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനം. നോക്കൂ, പുതിയ കാലത്തെ ഇത്തരം രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് ജനാധിപത്യമാണ് ഞങ്ങളുടെ ഒരു അടിത്തട്ട് എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പ്രത്യയശാസ്ത്രത്തിന്, ലിബറലിസ്റ്റ് നയങ്ങളാണ് ഞങ്ങളുടെ അടിത്തട്ട്, സ്വാതന്ത്ര്യവാദമാണ് ഞങ്ങളുടെ അടിത്തട്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പ്രത്യയശാസ്ത്രത്തിന് ഇതേ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഏത് തരത്തിലുള്ള സ്വാതന്ത്ര്യബോധമാണ്, ഏത് തരത്തിലുള്ള ലിബറലിസമാണ്, ഏത് തരത്തിലുള്ള ജനാധിപത്യ ബോധമാണ് എന്ന് ചോദിച്ചാൽ അവർ ചെന്ന് തൊടുന്നതോളം ഉള്ള ഏത് ചർച്ചകളെയും അവർ അനുവദിക്കും. എന്നിട്ട് പറയും, കണ്ടില്ലേ ഈ നാട്ടിൽ ചർച്ചകൾ നടക്കുന്നു, ഇത് ഈ ജനാധിപത്യത്തിന്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണമാണ്. ഈ നാട്ടിലെ യുവതികളും യുവാക്കളും രാഷ്ട്രീയത്തിൽ പങ്കാളിയാവുന്നു, അത് ഈ ജനാധിപത്യത്തിന്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണമാണ്. അവർ യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിന്റെയോ അല്ലെങ്കിൽ ചർച്ചകളുടെയോ സംവാദത്തിന്റെയോ ഒരു തരത്തിലുമുള്ള ഇടപെടലുകളിൽ ഭാഗമാവുന്നേ ഇല്ല എന്നുള്ളതാണ്. അവർ രാഷ്ട്രീയം പറയുന്നേ ഇല്ല. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബഹളത്തെക്കുറിച്ച് അവർ പറഞ്ഞുകൊണ്ടിരിക്കും, പോസിറ്റീവ്നെസ്സിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. മനുഷ്യർക്ക് ഏതെങ്കിലും തരത്തിൽ അവരുടെ അവകാശങ്ങളെ കുറിച്ച് പറയാൻ അല്ലെങ്കിൽ അവരുടെ അവകാശ ലംഘനങ്ങളെ കുറിച്ച് പറയാനൊന്നും ഇവർ തയ്യാറാവില്ല. ഇവർ തയ്യാറാവുന്ന മൊമെന്റിൽ അവരുടെ രാഷ്ട്രീയത്തെ ഇവർ കട്ട് ചെയ്യുകയും ചെയ്യും, റദ്ദ് ചെയ്യുകയും ചെയ്യും. ആ പൊങ്ങായിട്ടുള്ളൊരു രാഷ്ട്രീയം, ഉള്ളില്ലാത്തൊരു രാഷ്ട്രീയം, യഥാർത്ഥത്തിൽ അരാഷ്ട്രീയവാദമെന്ന് കൃത്യമായി നമുക്ക് വിളിക്കാവുന്ന ഒരു രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നു എന്നതാണ് ഈ പൊതുബോധം ചെയ്യുന്ന ഏറ്റവും അപകടകരമായ ഒരു പ്രവൃത്തി. ആ പൊതുബോധത്തെ സൃഷ്ടിക്കുന്നു എന്നതാണ് ഇക്കാലത്ത് ഇടതുപക്ഷം ചെയ്യുന്ന ഏറ്റവും അപകടകരമായ ഒരു പ്രവൃത്തി. ഒരു കോർപ്പറേറ്റ് ലിബറലിസം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഈ പറഞ്ഞ പോലെ അവർക്ക് ആവശ്യമുള്ളതിന് കൃത്യമായി ഈ നാട്ടിലെ പ്രശ്നങ്ങളിൽ നിങ്ങൾ ചെന്ന് പെടാതിരിക്കാൻ, ഈ പ്രശ്നങ്ങളിൽ പ്രതികരിക്കുന്ന ഒരു മനുഷ്യനായിട്ട് നിങ്ങൾ ചെന്ന് പെടാതിരിക്കാൻ നിങ്ങളെ എൻഗേജ് ആക്കാൻ വേണ്ടിയിട്ട് കുറേ വിഷയങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ആ വിഷയങ്ങളിൽ മാത്രം കിടക്കുക, നിങ്ങൾ ആ കിണറ്റിലെ മാത്രം തവളയായി തീരുക, അതാണ് ലോകമെന്ന് വിചാരിക്കുക എന്ന് പറയുന്ന ഒരു പൊതുബോധം ഇവിടെ സൃഷ്ടിക്കുന്നതിൽ കൃത്യമായി ഈ നാട്ടിലെ ഇടതുപക്ഷത്തിന് ഒരു പങ്കുണ്ട്. ദൗർഭാഗ്യവശാൽ അവരാണ് ഈ നാട് ഭരിക്കുന്ന ഭരണകൂടം എന്നതുകൊണ്ട് അത് കുറച്ചുകൂടി ഡബിളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഡബിളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ബൽറാം സാഹിബ് സൂചിപ്പിക്കുകയുണ്ടായി, ഇന്ന് എം പി രാജേഷ് മന്ത്രി സൂചിപ്പിച്ച ഒരു പ്രസ്താവനയെക്കുറിച്ച്. ലഹരിയിലേക്ക് പഴിചാരി നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, ഞാൻ അതിനെ അംഗീകരിക്കുകയാണ്. ശരിയാണ്, ലഹരിയാണ് എല്ലാ പ്രശ്നവും എന്ന് പറഞ്ഞ് നമുക്ക് പഴിചാരി അവസാനിപ്പിക്കാൻ പറ്റുന്നൊരു വിഷയമല്ല ഇത്. ഒന്നാമത്തെ പ്രശ്നം എം പി രാജേഷിൻ്റെ പ്രത്യയശാസ്ത്രമാണ്. അങ്ങനെ ഉണ്ടാക്കുന്ന അടിമകളായ മനുഷ്യരാണ്, അവരുണ്ടാക്കുന്ന അപകടകരമായ പ്രവർത്തനങ്ങളും പ്രവണതകളുമാണ്. ക്യാമ്പസിന്റെ പൊളിറ്റിക്സിനെ അവർ നിർണ്ണയിക്കുന്നത് കുറച്ച് വയലൻസ് ഉള്ള, കുറച്ച് ലഹരിയുള്ള, ഇതൊക്കെ അനുവദനീയമാണ്, എല്ലാം കുറച്ച് അനുവദനീയമാണ്. ഈ കുറച്ചിന്റെ പരിധി എവിടെയാന്ന് പറഞ്ഞു കൊടുക്കുകയില്ല. ആ പറഞ്ഞു കൊടുക്കപ്പെടാത്ത മനുഷ്യര് സ്വാഭാവികമായും ഇതിനുള്ളിലേക്ക് ഇറങ്ങുകയും അതിന്റെ ആഴങ്ങളിൽ ചെന്ന് നിൽക്കുകയും ഒന്നിനും ഉപകാരപ്പെടാത്ത മനുഷ്യന്മാരായി മാറുകയും ചെയ്യും. ആ പ്രവണതയാണ് ഈ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ അനുവദിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അപകടകരം എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. കാലങ്ങളായി നമ്മൾ അപകടകരം എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതിൽ ആ ഇടത്ത് നിന്നുകൊണ്ട് നമുക്ക് അതിൻ്റെ പരിഹാരത്തെക്കുറിച്ച് ചിന്തിക്കണം. നമ്മൾ പറയാം, നമ്മൾ ഈ കുട്ടികൾ എവിടെ പോയാണ് കിടക്കുന്നത് നമുക്ക് പെട്ടെന്ന് ചോദിക്കാം. ഒരു കുറേ പണിയുണ്ട്. എന്താണ് പണി? ഈ സ്നാപ്പൊക്കെ ഉപയോഗിക്കുന്ന മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഓരോ 10 മിനിറ്റിൽ അപ്ഡേറ്റ് ചെയ്യണം. ഞാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അപ്ഡേറ്റ് ചെയ്യണം.
ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ ഒരു സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്കൊരു ഇടങ്ങേറാണ്. പഠിച്ചോനെ, ഞാൻ ഇന്ന് ജീവിച്ചില്ലല്ലോ എന്നൊരു തോന്നൽ. എൻ്റെ പറഞ്ഞ പോലെ പുതിയ പുതിയ ചിത്രങ്ങൾ ഇടണം, സ്നാപ്പിൻ്റെ ഒക്കെ പ്രത്യേക ചിത്രം ഇടണം, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ചിത്രം ഇടണം. ഞാൻ നിൽക്കുന്ന ഒരിടത്ത് ഞാൻ ഇന്ന് ചെയ്ത ഒരു എൻ്റർടൈനിങ് ആക്ടിവിറ്റിയുടെ ചിത്രം എനിക്ക് ഇടണം. ഞാൻ എൻ്റർടൈൻമെൻറ്റ് ആയിട്ടുള്ള ഒരു സമയത്ത് ഒരു ദിവസത്തിൽ ഞാൻ അങ്ങനെ ഒരു കുറേ സീരീസ് ഓഫ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കണം. എന്നാലേ എനിക്ക് സ്റ്റോറി ഉണ്ടാവുള്ളൂ, എനിക്ക് കഥ പറയാൻ പറ്റുള്ളൂ, ആളുകളുമായി ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ആ കാര്യങ്ങളൊന്നും തന്നെ യഥാർത്ഥത്തിൽ ഈ പ്രായത്തിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളല്ല, അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. പക്ഷെ നമ്മൾ അവനെ പഠിപ്പിച്ചു വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ അവരെ പഠിപ്പിച്ചു വെച്ചിട്ടുള്ളത്, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും നിങ്ങളുടെ സന്തോഷത്തെക്കുറിച്ച് മാത്രം ആലോചിക്കുകയും ചെയ്യുന്ന മനുഷ്യരാവുക എന്നുള്ളതാണ്. അങ്ങനെ ആലോചിക്കുന്ന മനുഷ്യർക്ക് നിങ്ങളെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. തിരുവനന്തപുരത്തോ വെഞ്ഞാറമൂട്ടിലോ ഈ പറയുന്ന കൂറ്റനാട്ടിലോ കോഴിക്കോടോ ഏതെങ്കിലും കുട്ടികൾ തമ്മിൽ തല്ലി ആത്മഹത്യ ചെയ്തതിനെ കുറിച്ചോ അല്ലെങ്കിൽ തമ്മിൽ തല്ലി കൊലപാതകങ്ങളിലേക്ക് എത്തിക്കുന്നതിനെ കുറിച്ചോ അവർക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ അവരോട് പറയുന്നത് അവരവരെ കുറിച്ച് ചിന്തിക്കാനാണ്, അവരവരെ മാത്രം സ്നേഹിക്കാനാണ്. അങ്ങനെ പറയുന്ന ഒരു പ്രത്യയശാസ്ത്രം നിലനിൽക്കുന്ന കാലത്ത് എങ്ങനെയാണ് കുട്ടികൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുക? നമുക്ക് പറയാൻ എളുപ്പമാണ്, നമ്മളെ ഭാഷ പോലും അവർക്ക് മനസ്സിലാവില്ല. കാരണം അത് മനസ്സിലാവേണ്ടാത്ത രൂപത്തിലാണ് അവരോട് നമ്മൾ പഠിപ്പിച്ചു വെച്ചിട്ടുള്ളത്. സമയം വൈകുന്നുണ്ട്, നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞ ചെറിയ കാര്യം, കുട്ടികളുടെ എക്സിസ്റ്റൻസ് നമ്മൾ അംഗീകരിക്കാതെ മുന്നോട്ട് പോകുന്നതുകൊണ്ട് കാര്യമില്ല. അവർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അവർ ജീവിക്കുന്നുണ്ട്, അവർ വളരെ ലൈവായിട്ട് ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. ചില കാര്യങ്ങളിലൊക്കെ രസമായിട്ട് അവർ രാഷ്ട്രീയം നമ്മളെക്കാൾ മുതിർന്ന രാഷ്ട്രീയം പറയുന്നുണ്ട്. സ്നേഹത്തിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ പരസ്പര ബഹുമാനത്തിൻ്റെ കാര്യത്തിലൊക്കെ നമ്മളെക്കാൾ രസമുള്ളൊരു രാഷ്ട്രീയമൊക്കെ അവർ പറയുന്നുണ്ട്. നമ്മൾ പറയുന്ന രാഷ്ട്രീയം അവർ കേൾക്കുന്നില്ല എന്നേ ഉള്ളൂ. നമ്മൾ പറയുന്ന രാഷ്ട്രീയം അവർ കേൾക്കാതിരിക്കുന്നത് അതിലേക്ക് ചെവി കൊട്ടി അടച്ചുകൊണ്ട് വേണം നിങ്ങൾ ജീവിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു പൊതുബോധം അവിടെ നിർമ്മിച്ചതുകൊണ്ടും ഇത് വെറും ഒച്ചപ്പാടുകളാണ്, ഇതൊട്ടും ഫാഷനബിൾ അല്ലാത്തൊരു കാര്യമാണ് എന്നവരെ നിരന്തരമായി നമ്മളല്ലാത്ത സോഴ്സുകൾ പഠിപ്പിക്കുന്നത് കൊണ്ടുമാണ്. ആ സോഴ്സുകൾ
ശരിയല്ല എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കുക എന്നത് മാത്രമാണ് രാഷ്ട്രീയപരമായി ഇനി നമ്മൾ ചെയ്യാനുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദീർഘിപ്പിക്കുന്നില്ല. ഈ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ ഒരു കുട്ടി ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അവർ ചോദിക്കുകയാണ്, നിങ്ങൾ സിനിമയെ പഴിചാരി രക്ഷപ്പെടുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ പുതിയ കാലത്തെ സിനിമകളാണ് ഇത്തരത്തിലുള്ള 2K കിഡ്സിൻ്റെ എല്ലാ പൊളിറ്റിക്സ് നിർണ്ണയിക്കുന്നത് നിങ്ങൾ പറയുന്നു. പക്ഷേ ഈ സിനിമകൾക്ക് വേണ്ടി കഥ എഴുതുന്നതോ അത് ചിത്രീകരിക്കുന്നതോ അത് സംവിധാനം ചെയ്യുന്നതോ പ്രൊഡ്യൂസ് ചെയ്യുന്നതോ ഒന്നും ഈ 2K കിഡ്സ് അല്ല. ഇതൊക്കെ 90s കിഡ്സോ അതിൻ്റെ മേലെയുള്ള മനുഷ്യന്മാരുമാണ്. നിങ്ങൾ ഉണ്ടാക്കുന്ന സിനിമ കണ്ടിട്ടാണല്ലോ ഞങ്ങൾ സ്വാധീനിക്കപ്പെടുന്നത്, നിങ്ങൾ എഴുതുന്നത് കണ്ടാണല്ലോ ഞങ്ങൾ സ്വാധീനിക്കപ്പെടുന്നത്, നിങ്ങൾ പറയുന്നത് കേട്ടാണല്ലോ ഞങ്ങൾ സ്വാധീനിക്കപ്പെടുന്നത് എന്നവർ തിരിച്ചു ചോദിക്കുന്നുണ്ട്. ശരിയാണ്, നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് കൺസീവ് ചെയ്യുന്ന കുട്ടികളാണ് ഇവിടെയുള്ള ഈ പറയുന്ന അപകടത്തിൽ പെട്ടുപോകുന്ന എല്ലാ കുട്ടികളും. നമ്മൾ കൊടുക്കുന്നത് എന്താണ് എന്നുള്ളിടത്താണ് ഇനിയുള്ള ചോദ്യം കിടക്കുന്നത്. നമുക്ക് ആക്സസ് ഇല്ലാത്ത രൂപത്തിൽ, നമ്മളെപ്പോലെയുള്ള സാധാരണ അഭിപ്രായം പറച്ചിലുകൾക്ക് ആക്സസ് ഇല്ലാത്ത രൂപത്തിൽ ഈ നാട്ടിലെ ഒരു പൊതുബോധത്തെ തീരുമാനിക്കാൻ, ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളെ തീരുമാനിക്കാൻ, ആൾക്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയത്തെ തീരുമാനിക്കാൻ ഇവിടുത്തെ ഇടതുപക്ഷത്തെ കഴിയുന്നു എന്ന പ്രിവിലേജ് അവർ ആസ്വദിക്കുന്നുണ്ട്. ആ പ്രിവിലേജാണ് രാഷ്ട്രീയത്തിൽ നിന്നും ഈ കുഞ്ഞുങ്ങളെ വഴിതിരിച്ചു വിടുന്നത്. ആ പ്രിവിലേജാണ് നിങ്ങൾക്കുള്ളത് ഞങ്ങൾ തരുന്നുണ്ട്, നിങ്ങൾക്കുള്ളത് ഈ ചെറിയ മരുന്നുകളാണ്, നിങ്ങൾക്കുള്ളത് ഈ ചെറിയ ക്യാപ്സ്യൂളുകളാണ്, നിങ്ങൾ കേൾക്കേണ്ടത് ഇത് മാത്രമാണ്, മറ്റുള്ളവരെല്ലാം നിഷിദ്ധമാണ്, ഒട്ടും ഫാഷനബിൾ അല്ലാത്ത മനുഷ്യരാണ് എന്ന് പറഞ്ഞ് അവർ ആ വഴിയിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ഈ ഇടത് പൊതുബോധമാണ്. ആ പൊതുബോധത്തിന് ഏറ്റവും മനോഹരമായി കയ്യടി നൽകിക്കൊണ്ടാണ് ഏത് തരത്തിലും ഇത്തരത്തിലുള്ള വയലൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഭരണകൂടം അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വരുന്നത്. ഒരു പുതിയ MLA-യുടെ മകൻ്റെ മാത്രം കേസിനെ കുറിച്ചല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. ഏതെങ്കിലും രണ്ടാളുകൾ തല്ലുണ്ടാക്കുകയും ഹെൽമെറ്റ് എടുത്ത് അടിക്കുന്ന ഒരു വീഡിയോ നമ്മൾ കാണാൻ ഇടവരികയും ചെയ്താൽ ഹെൽമെറ്റ് എടുത്ത് മറ്റവൻ്റെ തല പൊട്ടിക്കുന്ന മനുഷ്യന് ചൂണ്ടി അയാൾ സ്വയം രക്ഷാ പ്രവർത്തനമല്ലേ ചെയ്യുന്നത് എന്ന് പ്രസ് മീറ്റിൽ മുഖ്യമന്ത്രി പറയുന്നത് ഈ പൊതുബോധത്തെ സ്വാധീനിക്കാൻ വേണ്ടിയാണ്, അതിന് പ്രോത്സാഹനം നൽകാൻ വേണ്ടിയാണ്, അതാണ് ശരി എന്ന് അരക്കിട്ട് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അത് ഇതിനെക്കുറിച്ച് മാത്രമല്ല, ലഹരിയെക്കുറിച്ച് ഒരു സംവാദം ഉണ്ടാവുമ്പോൾ ഒരു പുതിയ മദ്യ ഷോപ്പിന് അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന ഫാക്ടറിക്ക് വേണ്ടി വാദിക്കുന്നവരായിക്കൊണ്ട് ഇവർ മാറുന്നത് ഇവർക്ക് കുട്ടികളുടെ ഇടയിൽ ഹീറോയിക് പരിവേഷം കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. ആളുകളുടെ ഇടയിൽ, യുവതയുടെ ഇടയിൽ ഹീറോയിക് പരിവേഷം കിട്ടും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടാലേ ഞങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടാണ്. അതാണ് ഞങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയം എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടാണ്. ലഹരിയോ ഹഹഹ അത് അങ്ങനെയല്ലല്ലോ, അത് ജീവൻ രക്ഷാ പാനീയമല്ലേ എന്ന് ചോദിക്കുന്ന മന്ത്രിമാരുണ്ടാവുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഈ മനോഭാവത്തെ തിരുത്തിക്കൊണ്ടല്ലാതെ നമ്മൾ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് കൊണ്ട് കാര്യമില്ല. ആ മനോഭാവം എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഷീൽഡാണ്. അതീ പറയുന്ന നമ്മളല്ലാത്ത കുറേ മനുഷ്യർ ഈ നാട്ടിലെ ഈ പറഞ്ഞ പ്രത്യയശാസ്ത്രം പേറുന്ന ബുദ്ധിജീവികൾ എന്ന് അവർ തന്നെ വിശേഷിപ്പിക്കുന്ന ഇടത് പ്രത്യയശാസ്ത്രം നിർമ്മിച്ചിട്ടുള്ളൊരു പൊതുബോധമാണ്. അതിനെ തകർത്തുള്ളിൽ കടന്നേ നമുക്ക് ധാർമ്മികതയെക്കുറിച്ച് സംസാരിക്കാനാവൂ. കേവല ധാർമ്മികതയില്ലാത്ത, ഭരണകൂട ധാർമ്മികതയില്ലാത്ത ഒരു സമൂഹം വേസ്റ്റാണ്. അങ്ങനെ വേസ്റ്റ് ആവുന്ന സമൂഹമായിക്കൊണ്ട് നമ്മൾ മാറിക്കൂടാ. ധാർമ്മികത അടിസ്ഥാനമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹമായിക്കൊണ്ട് തന്നെ നമ്മൾ മാറേണ്ടതുണ്ട്. ആ കേവല ധാർമ്മികതയെക്കുറിച്ച്, ആ ഭരണഘടനാ ധാർമ്മികതയെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്ന മനുഷ്യരായിക്കൊണ്ട് അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, അവരുടെ ഭാഷയിൽ സംസാരിക്കാൻ ഇന്ന് ഏറ്റവും മനോഹരമായ രൂപത്തിൽ നടത്തിയ നജ്മയുടെ ഒരു ഏകാംഗ നാടകത്തോടു കൂടിയാണ് നമ്മുടെ തുടക്കം. നല്ല ഭാഷയാണത്. ആ ഭാഷയിൽ അവരുടെ ഇടയിലേക്ക് ഇറങ്ങാൻ നമുക്ക് സാധിച്ചാൽ മാത്രമേ, അതിനും അപ്പുറത്ത് അപകടകരമായി ഈ ഒരു പ്രവണതയെ വളർത്തുന്ന ഈ മനുഷ്യരെ തിരുത്തിയാൽ മാത്രമേ നമുക്ക് മനോഹരമായ ഒരു നാളെക്കുറിച്ച് സ്വപ്നം കാണാനെങ്കിലും സാധിക്കൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ കൂടിയ മനുഷ്യർ അത്തരത്തിലൊരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത മനുഷ്യരാണ്. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള നിങ്ങളുടെ ഒരു സന്നദ്ധതയെ വലിയ മനസ്സോടുകൂടി അഭിവാദ്യം ചെയ്യുന്നു. ഇതിൻ്റെ തുടർച്ചകൾ ഉണ്ടാവട്ടെ. അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് സാധിക്കും വിധം ഞങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. പ്രിയപ്പെട്ട നജ്മ തബ്ഷീറയെ സംസ്കാര സാഹിതിക്ക് വേണ്ടി ആദരിക്കുന്നതിന് വേണ്ടി ശ്രീ VT ബൽറാമിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ള VT ബൽറാമിനെ ആദരിക്കുന്നതിന് വേണ്ടി സംസ്കാര സാഹിതിയുടെ മുൻ ചെയർമാൻ പ്രിയപ്പെട്ട ഗോപിയേട്ടനെ ക്ഷണിക്കുന്നു.
അടുത്തായി പരിപാടിക്ക് ആശംസ അറിയിപ്പിച്ചുകൊണ്ട് ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വിജേഷ് കുട്ടൻ. നമസ്കാരം. നമ്മളുടെ യോഗത്തിൻ്റെ അധ്യക്ഷ സംസ്കാര സാഹിത്യയുടെ തൃത്താല നിയോജക മണ്ഡലം പ്രവർത്തകനും കൂടിയായിട്ടുള്ള പ്രിയ സഹോദരൻ സുധീർ സാർ, അതുപോലെ തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള മുൻ MLA-യും യൂത്ത് കോൺഗ്രസിൻ്റെ KPCC അംഗവും വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള VT ബൽറാം സാർ ഉൾപ്പെടെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. എന്തായാലും ഇന്ന് നമ്മൾ വലിയൊരു ഉത്തരവാദിത്വത്തോടു കൂടിയിട്ട് വലിയൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഈ സഹായധരണയ്ക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. അതോടൊപ്പം പറയാനുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ നികുതി കിട്ടുന്ന 3 ഇനങ്ങൾ ഞാൻ പറയുകയാണ്. ഒന്ന് നമ്മുടെ മദ്യം, അതുപോലെ തന്നെ ലോട്ടറി, അതുപോലെ തന്നെ നമ്മുടെ പ്ലാസ്റ്റിക്കാൽ നിർമ്മിച്ചിട്ടുള്ള സാധനങ്ങൾ. അതിൽ മദ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മദ്യത്തിൽ നിന്ന് ഏറ്റവും അധികം നികുതി കിട്ടുമെങ്കിൽ പോലും ഇത് പൊതുസ്ഥലത്ത് നിന്നിട്ട് മദ്യപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് കുറച്ചും കൂടി അധികം പൈസ കിട്ടാൻ സാധ്യതയുള്ള ഒന്നാണ് മദ്യം എന്ന് പറയുന്നത്. ഈ മദ്യം കഴിച്ചതിൻ്റെ പേരിൽ വീട്ടിൽ ഒരുപാട് പ്രയാസങ്ങൾ മുൻപ് കാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. മദ്യം വീട്ടിൽ പ്രായമായിട്ടുള്ള ആളുകളൊക്കെ കഴിച്ചു വന്നിട്ട് വീട്ടിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഭാര്യമാർ പ്രതികരിക്കാൻ കഴിവുള്ള ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ചില ആളുകൾ പ്രതികരിക്കാത്ത കാരണം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ മദ്യം മാത്രമല്ല പ്രശ്നമായിട്ട് വരുന്നത്, ഈ മയക്കുമരുന്ന് കൂടിയാണ്. ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നുമല്ല. ചില ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളൊക്കെ മദ്യപിച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ ബെഞ്ചും ഡെസ്കൊക്കെ പൊന്തിച്ചിടുമ്പോൾ കുട്ടികളുടെ വിചാരം എന്ന് പറയുന്നത് മദ്യം എന്ന് പറയുന്നത് എന്തോ ഒരു ആരോഗ്യം അല്ലെങ്കിൽ പവറൊക്കെ കിട്ടുന്ന ഒരു മരുന്നാണെന്നുള്ളതാണ്. അത് കാരണം തന്നെ ചെറുപ്പക്കാർ അത് ഉപയോഗിച്ച് തുടങ്ങി. ഇപ്പോൾ 14 വയസ്സും ആദ്യമൊക്കെ മദ്യം കഴിക്കുക എന്ന് പറയുമ്പോൾ അത് അവിടെ അവസാനിച്ചു. അപ്പോൾ അതിന് മുകളിലേക്ക് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ 14 വയസ്സുള്ള ആളുകൾ ഉപയോഗിക്കുന്നത് പലതരത്തിലുള്ള മയക്കുമരുന്നുകൾ, നമ്മൾ കണ്ടിട്ടോ അല്ലെങ്കിൽ കേട്ടിട്ടോ ഇല്ലാത്ത പലതരത്തിലുള്ള മയക്കുമരുന്നുകളാണ് ഉപയോഗിക്കുന്നത്. ഈ മയക്കുമരുന്നുകളുടെ ഉപയോഗം കാരണം കൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ ഇന്ന് നാട്ടിലുണ്ടാകുന്നുണ്ട്. ഒരുപാട് പ്രയാസങ്ങൾ, അല്ലെങ്കിൽ സ്കൂളിൽ വിദ്യാർത്ഥികൾ തമ്മിൽ വഴക്കിടുന്നത്, അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു സമയത്തും ഇപ്പോൾ നമ്മൾ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് മാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത്. മാലിന്യം നമ്മൾ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടിരിക്കുന്നു, പല സ്ഥലങ്ങളിൽ ചെയ്തു കഴിഞ്ഞു. അതുപോലെ തന്നെ അതുപോലെ തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം പൂർണ്ണമായിട്ട് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല, എന്തായാലും സർട്ടിഫിക്കറ്റ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ലഹരി നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഈ സർക്കാർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയും. ചെയ്തു കഴിഞ്ഞാൽ വേറെ ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും. നമുക്കറിയാം, ഇന്ന് സിനിമാ തിയേറ്ററിൽ പോകുമ്പോൾ അല്ലെങ്കിൽ മദ്യത്തിൻ്റെ കുപ്പിയുടെ മുകളിൽ അല്ലെങ്കിൽ ഏതൊരു ലഹരി പദാർത്ഥത്തിൻ്റെ മുകളിലും അത് ഹാനികരമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. ഇന്ന് അതിനെതിരെ സർക്കാർ പ്രവർത്തിച്ച് കഴിഞ്ഞിട്ട് ചില കൊടിയുടെ മുകളിൽ കാണാൻ സിഗരറ്റൊക്കെ വലിച്ച് നിൽക്കണ ഒരു ഫോട്ടോ ഉണ്ടാവുക. അതിൻ്റെ മുകളിൽ എഴുതി വെക്കേണ്ടി മദ്യപാനം അല്ലെങ്കിൽ ലഹരി ആരോഗ്യത്തിന് ഹാനികരമാണെന്നുള്ളത്. അപ്പോൾ കുറേ ആളുകളാണ് പോയി കിട്ടും. അപ്പോൾ അത് കാരണം കൊണ്ട് ഇത് നിർത്തലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സർക്കാരിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഈ വൈകിയ വേളയിൽ എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് ഈ പ്രവർത്തനം ഇവിടെ നിർത്തരുത്. ഇത് ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ പ്രായമായിട്ടുള്ള ആളുകളുടെ അടുത്ത് പോയിട്ട് ഇനി കുടിക്കരുതെന്ന് പറഞ്ഞാലൊന്നും അവർ കേൾക്കാൻ പോകുന്നില്ല. ഇപ്പോൾ ഈ സ്കൂളുകളിൽ നിന്ന് അല്ലെങ്കിൽ കുട്ടികളിൽ നിന്ന് ഈ ഒരു ക്യാമ്പയിൻ തുടങ്ങിയിട്ട് നല്ലൊരു സമൂഹം വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഈ ഒരു സംഘടനയുടെ ഭാഗത്തുനിന്ന് വലിയൊരു പ്രവർത്തനം ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ വാക്ക് ചുരുക്കുന്നത്. അടുത്തായി 2 വാക്ക് സംസാരിക്കാൻ പ്രിയപ്പെട്ട ബാവമാളിയേക്കൽ അവർ ക്ഷണിക്കുന്നു. സംസ്കാര സാഹിതി സംഘടിപ്പിച്ച ഈ സായന സദസ്സ് എന്ന പരിപാടിയിൽ അതിൽ ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട നമ്മുടെ മുൻ MLA VT ബൽറാം, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സുരേന്ദ്രൻ സാർ, നജ്മ, മറ്റ് പ്രിയമുള്ള എൻ്റെ സുഹൃത്തുക്കളെ, രാഷ്ട്രീയ നേതാക്കളെ, ഇന്നിവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് സംഘടിപ്പിച്ചത്. നമ്മുടെ സമൂഹം ഇന്ന് മദ്യത്തിൻ്റെ ലഹരിയുടെ അടിമകളായി നമ്മുടെ മക്കളും, അതുപോലെ തന്നെ മക്കളെന്ന് പറയാൻ പറ്റില്ല, ഇന്ന് ഒരുവിധമുള്ള ആളുകളൊക്കെ മദ്യലഹരിയിലാണ്.
ഇന്ന് നമ്മൾ മുതിർന്ന ആളുകൾ പറഞ്ഞിരുന്നത് ദൈവത്തിൻ്റെ നാടാണ് നമ്മുടെ കേരളമെന്നാണ്. ഇപ്പം അത് മദ്യത്തിൻ്റെ നാടായി മാറിയിരിക്കുകയാണ്. ഇന്ന് ലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി രാജേഷ് കൊണ്ടുപോകുന്നത്. 37 ബാറുള്ള സ്ഥലത്ത് 1000-ൽ പരം ബാറുകളാണ് ഇന്ന് കേരളത്തിൽ ഉള്ളത്. അതുപോലെ തന്നെ ബീവറേജുകൾ എല്ലാ മുക്കിലും മൂലകളും ഓരോ പഞ്ചായത്തിലും 2 വീതം ബീവറേജുകളാണ് തുറന്ന് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇപ്പം അദ്ദേഹം പറയുന്നത് എല്ലാവരും ലൈറ്റ് അണച്ചും കൊണ്ട് ഈ മദ്യത്തിനെതിരായി പ്രവർത്തിക്കണം എന്നാണ്. അപ്പോൾ ലൈറ്റ് അണച്ചുകൊണ്ട് കുടിക്കാത്തവരും ആ ലൈറ്റ് അണച്ചുകൊണ്ട് കുടിക്കാൻ ഒരു അവസരം സൃഷ്ടിക്കുക എന്ന് മാത്രമാണ് ആ ലൈറ്റ് അണക്കുന്നതുകൊണ്ട് ഉണ്ടാവുന്നത്. അതല്ലാതെ ലൈറ്റ് അണച്ചുകൊണ്ടതൊന്നും മദ്യം കുടിക്കാതിരിക്കില്ല. നിങ്ങൾ ഒരുപാട് മദ്യം കൊടുക്കാൻ തയ്യാറാകുമ്പോൾ അതിനെതിരെ ഒരു ലൈറ്റ് അണച്ചും കൊണ്ട് മദ്യത്തിനെതിരെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ആളുകളെ പൊട്ടന്മാരാക്കുന്ന ഈ പ്രവണത നിർത്തിക്കൊണ്ട് ഇന്ന് ഒരു കഞ്ചാവുകാരനെ പിടിച്ചാൽ അല്ലെങ്കിൽ മയക്കുമരുന്നിനെ പിടിച്ചാൽ 1 മണിക്കൂർ പോലും അവരെ കസ്റ്റഡിയിൽ വെക്കുന്നില്ല. ഇന്നത്തെ ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും ഉണ്ടെന്ന് പറയുന്നില്ല, 50,000-ഉം ലക്ഷങ്ങളും വാങ്ങി അതേ സമയത്ത് തന്നെ അവരെ വിട്ടയക്കുകയാണ്. പിടിക്കാൻ വരുന്നുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥന്മാർ തന്നെ അവർക്ക് വിളിച്ചു പറയാണ്, ഈ മാറിക്കോ, അവിടെ വല്ല മയക്കുമരുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാറ്റി വെച്ചോ, ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് ഈ മയക്കുമരുന്ന് വിൽക്കുന്നവരെ ഈ സമൂഹത്തിൽ നിന്നും അകറ്റി നിർത്താനും അവർക്ക് നിയമ നടപടികൾ ആയി മുന്നോട്ട് പോകാനും കഴിയുക? എന്തായാലും ഇങ്ങനെയുള്ള ഈ പരിപാടി സംഘടിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട സുധീഷിനും അതുപോലെ തന്നെ സംഘടനയുടെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒത്തിരി പേർ ആശംസകൾ അറിയിക്കാനുണ്ട്. പക്ഷേ നമ്മുടെ സമയം വൈകിയതിനാൽ ഇനി പരിപാടി അവസാനിപ്പിക്കുകയാണ്. പക്ഷേ ഈ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി ഞങ്ങളോടൊപ്പം സഹകരിച്ച DC സെക്രട്ടറി, അദ്ദേഹം ഇപ്പോൾ സ്ഥലത്തില്ല, ഗൾഫിലാണ്, മോമാലിക്ക, അതുപോലെ പ്രിയപ്പെട്ട ബ്ലോക്ക് പ്രസിഡന്റ് K വിനോദ്, അതുപോലെ DCC സെക്രട്ടറി PM മധു, E രാജേഷ്, അഭി എടമന, ഫവാസ്, മോഹൻദാസ് കറ്റശ്ശേരി, റിയാസ്, കരീം, സിറാജ്, രവി മാരാത്ത്, ഗോപിനാഥ് പാലഞ്ചേരി, PK ബഷീർക്ക, CT സൈദലുക, രാമേന്ദ്ര മാസ്റ്റർ, ചന്ദ്രശേഖരൻ, ഫക്രുദ്ദീൻ ക, ഇങ്ങനെ പേരെടുത്താൽ തീരാത്ത ഒത്തിരി പേരുണ്ട്. നിസാർക്ക് ഉൾപ്പെടെ എല്ലാവരും ഒരുപാട് പേരുണ്ട്. പക്ഷേ നന്ദി പറയുന്നത് ഞാനല്ല, അത് സംസ്കാര സാഹിതിയുടെ പ്രവർത്തകനായ ശ്രീ മുരളി കോടനാടാണ്. ഇതുവരെ ഈ പരിപാടി ആസ്വദിച്ച എല്ലാവർക്കും എൻ്റെ സ്വന്തം പേരിൽ സന്തോഷം രേഖപ്പെടുത്തുന്നു. നന്ദി അർപ്പിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട മുരളിയെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, സംസ്കാര സാഹിതി വളരെ പരിമിതമായ സമയം കൊണ്ട് സംഘടിപ്പിച്ച ഈ പരിപാടി ഈ വൻ വിജയമാക്കി തീർക്കാൻ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചും ഈ വിഷയത്തെക്കുറിച്ചുള്ള അവബോധം കൊണ്ടും കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ഈ വിഷയത്തിനെതിരെ പ്രതികരിക്കുക എന്ന് അറിഞ്ഞുകൊണ്ട് ഈ വേദിയിലേക്ക് കടന്നു വന്ന എല്ലാവരെയും ആദ്യമായി അഭിവാദ്യം ചെയ്യുന്നു. സംസ്കാര സാഹിതിയുടെ ഈ സായാഹ്ന സദസ്സ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത KPCCയുടെ വൈസ് പ്രസിഡന്റ് മുൻ MLA കൂടിയായ ശ്രീ VT ബൽറാം അവർക്ക് സംസ്കാര സാഹിതിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇവിടെ മുഖ്യപ്രഭാഷണം അവതരിപ്പിച്ച എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനുമായ നമുക്കേൽക്കാ സുപരിചിതനായ P. സുരേന്ദ്രൻ മാഷ് അവർകളെ സംസ്കാര സാഹിതിക്ക് വേണ്ടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് വേണ്ടി അല്പസമയം ഈ വേദിയിൽ വന്ന് ഈ വിഷയത്തെക്കുറിച്ച് വളരെ സരസമായി എന്നാൽ കാര്യമാത്ര പ്രസക്തമായി നമ്മളോട് സംസാരിച്ച
മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി നജ്മ തബ്ഷിറയെ സംസ്കാര സാഹിതിക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ വേദിയിൽ ആശംസകൾ അർപ്പിച്ച ശ്രീ വിജേഷ് കുട്ടൻ, ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ മാളിയേക്കൽ ബാവക്ക, സിറ്റി സെയ്തലീക്ക, PM മധു, K വിനോദ്, PM മോഹൻദാസ്, ഫക്രുദ്ദീൻ, PK ബഷീർ, ഗോപിനാഥ് പാലഞ്ചേരി, അബി എടമന, മുഹമ്മദ് കുട്ടി മാഷ്, അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർമാരായ ജയന്തി വിജയകുമാർ തൃത്താല പഞ്ചായത്ത് മെമ്പർ, ഗിരിജ പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് മെമ്പർ, ശശിരേഖ പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് മെമ്പർ, തൃത്താല സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഡയറക്ടർ ശ്രീ E രാജേഷ്, ശ്രീ രവി മാരാത്ത്, തൃത്താല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ M മണികണ്ഠൻ, അതുപോലെ തന്നെ നാട്ടിൽ നിന്നും വിദേശത്തു നിന്നും ഈ കുറഞ്ഞ സമയം കൊണ്ട് ഞങ്ങളോട് സഹകരിച്ച ശ്രീ PV മുഹമ്മദ് അലിക്ക ഉൾപ്പെടെയുള്ള ഈ വേദിയിലും സദസ്സിലും നിറഞ്ഞ് ഞങ്ങളെ ഈ പരിപാടിക്ക് വിജയത്തിന് വേണ്ടി സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അധ്യക്ഷൻ്റെ അനുമതിയോടെ ഈ യോഗം അവസാനിച്ച് അറിയിക്കുന്നു.